ഇപ്പോൾ നമ്മുടെ JEE 2025 സെക്കൻഡ് സെഷൻ ഏപ്രിൽ സെഷനിൽ നടന്ന് 3rd April അതിൻ്റെ മോർണിംഗ് സെക്ഷൻ്റെ പേപ്പർ ഡിസ്കഷനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ 26 ആണ് നമ്പറിൽ അത് വന്നിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദ മെൽറ്റിംഗ് ഓഫ് എ സ്ലാബ് ഓഫ് ഐസ് അറ്റ് 273 Kelvin, അതായത് 0 degree Celsius അറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഐസ് മെൽറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ഐസ് സ്ലാബ് ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നു. ഐസ് സ്ലാബ് മെൽറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ട്, ഇവിടെ ഇങ്ങനെ വാട്ടർ ഉണ്ട്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വാട്ടർ ആവില്ല, ഇവിടെ മെൽറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വാട്ടർ ആവും. ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വാട്ടർ ഫോം ചെയ്യും. ദ ഇന്റേണൽ എനർജി ഓഫ് ഐസ് വാട്ടർ സിസ്റ്റം റിമെയിൻ അൺചേഞ്ച്ഡ്. ഇവർ പറഞ്ഞ ΔU റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ΔQ കൊടുക്കണം. ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് Q കൊടുക്കണം, ഹീറ്റ് കൊടുക്കണം. പിന്നെ വർക്ക് ഡൺ എടുക്കണം. കാരണം നമുക്കറിയാം വോളിയം ഓഫ് ഐസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇവിടെ ഐസ് ടു വാട്ടർ കൺവേർഷൻ ആണ്. അപ്പോൾ നോക്കുക, അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ലെസ് ദാൻ വോളിയം ഓഫ് ഐസ് ആണ്. അപ്പോൾ ΔV ഈസ് ഈക്വൽ ടു ΔV നെഗറ്റീവ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഐസ് വാട്ടർ സിസ്റ്റം അത് നെഗറ്റീവ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഐസ് വാട്ടർ സിസ്റ്റം നെഗറ്റീവ് ആണ്. കാരണം ΔV നെഗറ്റീവ് ആണ്. നമുക്ക് Q ഈസ് ഈക്വൽ ΔU പ്ലസ് W എന്ന് എഴുതുമ്പോൾ ഈ W ഇവിടെ നെഗറ്റീവ് ആണ്. W ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ സിസ്റ്റം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഞാനൊരു നെഗറ്റീവ് W നോട്ട് നടക്കാം. അപ്പോൾ Q ഈസ് ഈക്വൽ ΔU മൈനസ് W നോട്ട് വരും. അപ്പോൾ ΔU ഈസ് ഈക്വൽ Q പ്ലസ് W നോട്ട് വരും. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവാണ്, കാരണം ഹീറ്റ് അങ്ങോട്ട് കൊടുത്താലല്ലേ ഇത് മെൽറ്റ് ആവുള്ളൂ. അപ്പോൾ Q പോസിറ്റീവാണ്. അപ്പോൾ Qയുടെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ ഇത് Wയും പോസിറ്റീവാണ്. അപ്പോൾ ΔU പോസിറ്റീവ് വരും, ΔUയുടെ വാല്യൂ പോസിറ്റീവ് വരും. ദാറ്റ് മീൻസ് U ഇൻക്രീസസ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ് ആണ്. ഇപ്പോൾ ഇൻറ്റേർണൽ എനർജി ഓഫ് ഐസ് വാട്ടർ സിസ്റ്റം റിമെയിൻ അൺചേഞ്ച് റോങ് ആണ്. അത് ഇൻക്രീസസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഐസ് വാട്ടർ സിസ്റ്റം ഡിക്രീസസ്, അത് റോങ് ആണ്. അപ്പോൾ നോക്കുക, പോസിറ്റീവ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഐസ് വാട്ടർ സിസ്റ്റം ഓൺ ദിസ് അറ്റ്മോസ്ഫിയർ, അത് റോങ് ആണ്. കാരണം ΔV നെഗറ്റീവ് അല്ലേ. ΔV നെഗറ്റീവ് ആകുമ്പോൾ വർക്ക് ഡൺ ബൈ ഐസ് വാട്ടർ സിസ്റ്റം നെഗറ്റീവ് ആണ്. പോസിറ്റീവ് വർക്ക് ഈസ് ഡൺ ഓൺ ദ ഐസ് വാട്ടർ സിസ്റ്റം ബൈ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ വർക്ക് ഡൺ ബൈ ഐസ് വാട്ടർ സിസ്റ്റം നെഗറ്റീവ് ആണ്. ഇവിടെ അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്തത്, ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ഐസ് വാട്ടർ സിസ്റ്റം നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം കുറയത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കുറയാന്ന് വെച്ചാൽ അപ്പോൾ നോക്കുക, ഇതിൻ്റെ വോളിയം കുറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഇവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അത് കംപ്രസ്, അപ്പോൾ ഇതിനെ കംപ്രസ് ചെയ്ത് ഇതിൻ്റെ വോളിയത്തെ കുറച്ചു. അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ഐസ് വാട്ടർ സിസ്റ്റം നെഗറ്റീവ്, വർക്ക് ഡൺ ബൈ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ക്വസ്റ്റ്യൻ നമ്പർ 26. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Consider a completely fully cylindrical tank, so of height 1.6 meter and cross-sectional area 0.5 meter square. It has a small hole on its side at a height of 90 centimeter from the bottom. Assume the cross-sectional area of the hole to be negligibly small as compared to that of the water tank. If a load of 50 kg is applied at the top surface of the water in the tank, then the velocity of the water coming out at the instant when the hole is opened. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു സിലിണ്ടറിക്കൽ ടാങ്ക്, നോക്ക്, ഇതിൻ്റെ ഹൈറ്റ് 1.6 മീറ്റർ, ഇതിൻ്റെ ഹൈറ്റ് 1.6 മീറ്റർ. ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഈ ഹൈറ്റ് 0.9 മീറ്റർ ആണ്. 0.9 മീറ്റർ വരും. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടുത്തെ ഹോളിക്കട വാട്ടർ കമ്മിങ് ഔട്ടാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു 50 കിലോഗ്രാം ലോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 50 കിലോഗ്രാം ലോഡ് വെച്ചിട്ടുണ്ട്. 50 കിലോഗ്രാം ലോഡ്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മളിവിടെ എടുക്കുമ്പോൾ ഇവിടുത്തെ പ്രഷർ അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ എടുക്കുമ്പോൾ ഇവിടെ P അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഇവിടെ P അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 50 കിലോഗ്രാം ലോഡ് ഉണ്ട്, 50 കിലോഗ്രാം. ഇതിൻ്റെ ഏരിയ എന്നിട്ടുണ്ട്, ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ടാങ്കിൻ്റെ മുകളിലത്തെ ക്രോസ് സെക്ഷൻ ഏരിയ 0.5 മീറ്റർ സ്ക്വയർ ആണ്. 0.5 മീറ്റർ സ്ക്വയർ വരും. ഇവിടെ ഒരു ഹോളിക്കട, ഇത് വാട്ടർ ഈസ് കമ്മിങ് ഔട്ട്. ഇവിടെ ഒരു ഹോളിക്കട, വാട്ടർ ഈസ് കമ്മിങ് ഔട്ട് ആണ്. ഇവിടുത്തെ ഒരു ഹോളിക്കട, വാട്ടർ ഈസ് കമ്മിങ് ഔട്ട്. ഈ ഹൈറ്റ് ഇത് 0.9, 0.9 മീറ്റർ.
അപ്പോൾ ഇത് 1.6, ഇത് മൊത്തത്തോടെ 1.6 ആണ്, ഇത് മൊത്തത്തോടെ 1.6 മീറ്റർ വരും. ആൻഡ് ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടുത്തെ ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1.6 മൈനസ് 0.7 എന്ന് പറയുമ്പോൾ 1.6 നിന്ന് 10 കുറച്ചാൽ 0.6 വരും. അപ്പോൾ ഇത് 0.7 വരും, ഇത് 0.7 മീറ്റർ വരും. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളിവിടെ എടുക്കും ഇവിടുത്തെ എനർജി എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ 2 പോയിന്റ് എടുക്കുക, ഈ 2 പോയിന്റ് P1, ഓക്കെ, ഇവിടെ 1 ഉം 2 ഉം എടുക്കാം. ഇപ്പോൾ ഈ 2 പോയിന്റ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രഷർ P1, ഇപ്പോൾ P1 കാര്യം ഇത് രണ്ടും ഒരേ ലെവലിലാണ്. P1 ഇവിടുത്തെ രണ്ടിൻ്റെ ഓക്കെ H1 P1, സോ H1 P1 ഇൻറ്റു റോ G H1 പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇപ്പോൾ V1 സ്ക്വയർ. അപ്പോൾ V1 സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് എടുക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു P2, സോ P2 പ്ലസ് റോ G H2 പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ വരും. അപ്പോൾ നോക്കി ഇവിടുത്തെ V1 0 ആണ്, കാരണം ഈ ഇതിൻ്റെ ഏരിയ കമ്പയർഡ് ടു ദിസ് ഏരിയ, ഈ ഹോറിഫീസിൻ്റെ ഏരിയ സ്മോൾ ആണ്. അപ്പോൾ V1, സോ V1 ഈസ് മച്ച് ഓക്കെ, V1 ഈസ് മച്ച് ലെസ് ദാൻ V2 ആണ്. അപ്പോൾ V1 സ്ക്വയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ ഇവിടെ H1 ഈസ് H2 ആണ്, ഈ 2 പോയിൻ്റ് ഹൈറ്റ്, ഇവിടുത്തെ ഹൈറ്റ് H1 H2 സെയിം ഹൈറ്റ് ആണ്, സെയിം ലെവൽ H2. അപ്പോൾ നോക്കുക, അപ്പോൾ H1 ഈസ് H2, അടുത്തത് H1 ഈസ് H2 വരും. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ P1 ഈസ് P പ്ലസ് 0, ഇത് രണ്ടും ക്യാൻസലായി പോകും, ഈസ് P2 പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ വരും. ആൻഡ് P2 എന്ന് പറയുമ്പോൾ P2 ഈസ് സോ P അറ്റ്മോസ്ഫിയർ ആണ്. P2 എന്ന് പറയുമ്പോൾ ഈ ഔട്ട്സൈഡാണ്, ഔട്ട്സൈഡിലെ പ്രഷർ എന്ന് പറയുമ്പോൾ P അറ്റ്മോസ്ഫിയർ ആണ്, P അറ്റ്മോസ്ഫിയർ വരും. ആൻഡ് P2, സോ P1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ പ്രഷർ, P1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ പ്രഷറാണ്, P1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ പ്രഷർ, സോ P1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ പ്രഷർ, ഇവിടുത്തെ ഹൈറ്റ് H വരും, ഇവിടുത്തെ ഹൈറ്റ് H ഈസ് ഈക്വൽ ടു 0.7 വരും. ഇപ്പോൾ P1 ഈസ് ഈക്വൽ സോ P അറ്റ്മോസ്ഫിയർ, കാരണം ഇവിടുത്തെ P അറ്റ്മോസ്ഫിയർ ഉണ്ട്, സോ P അറ്റ്മോസ്ഫിയർ പിന്നെ 50 കിലോഗ്രാം ഉണ്ട്, ഇവിടെ 50 കിലോഗ്രാം P അറ്റ്മോസ്ഫിയർ പ്ലസ് ഓക്കെ H ഇൻറ്റു റോ ഇൻറ്റു G പ്ലസ് mg ബൈ ഏരിയ വരും. നോക്കാം, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ, അപ്പോൾ ഇത് ഇക്വേഷൻ ഇവിടെ ഇടുമ്പോൾ, സോ P അറ്റ്മോസ്ഫിയർ പ്ലസ് H റോ G പ്ലസ് mg ബൈ A ഈസ് ഈക്വൽ ടു P2 എന്ന് പറയുന്നത് P അറ്റ്മോസ്ഫിയർ ആണ്, P അറ്റ്മോസ്ഫിയർ പ്ലസ് ഹാഫ് എം, എം അല്ല, എം ഞാൻ അറിയാതെ ഇട്ട് റോ ആണ്, ഇവിടെ റോ ആണ്, നമ്മളറിയാതെ എഴുത് റോ ആണ്, എം അല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ. ഓക്കെ, മാസ് ബൈ വോളിയം വരുന്നത്, ഓക്കെ, മാസ് ബൈ വോളിയം ഇവിടെ റോ ആണ് വരുന്നത്, സോ റോ, ഇപ്പോൾ റോ V2 സ്ക്വയർ വരും, അപ്പോൾ V2 ആണ് ഈ ഓർഫീസിൽ കൂടെ പോകുന്ന ആ വെലോസിറ്റി സ്പീഡ്. ഇവിടെ നോക്കുക, അപ്പോൾ P അറ്റ്മോസ്ഫിയർ ക്യാൻസലായി പോകും, അപ്പോൾ രണ്ട് സൈഡ് എടുക്കുക, P അറ്റ്മോസ്ഫിയർ ക്യാൻസലായി പോകും. H റോ G എടുക്കുമ്പോൾ ഇവിടെ 0.7 ഇൻറ്റു 10 to the power 3 ഇൻറ്റു ജിയുടെ വാല്യൂ 10, പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന മാസിൻ്റെ ഇത് 50 ഇൻറ്റു 10 ബൈ ഇതിൻ്റെ ഏരിയ 0.5 വരും, 0.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10 to the power 3 ഇൻറ്റു V2 സ്ക്വയർ വരും. ഇവിടെ നോക്കി, ഇവിടെ 500 V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 7 ഇൻറ്റു ഇവിടെ 7000 പ്ലസ് ഓക്കെ, ഇപ്പോൾ ഇവിടെ 500/5 എന്ന് പറയുമ്പോൾ 100 വരും, 100 പ്ലസ് 100 പ്ലസ് ഇൻറ്റു 10 വരും. അപ്പോൾ നോക്കിയാൽ ഇത് 8000 വരും ഇതിൻ്റെ വാല്യൂ. സോ 500 V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 8000 വരും. അപ്പോൾ ഈ 2 0 ഓക്കെ, 2 0 പോകും. അപ്പോൾ V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 80/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വരും. അപ്പോൾ V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16, സോ V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16, അപ്പോൾ V2 ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ആൻസർ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ 4 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ ഓപ്ഷൻ 4 ആണ്, അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ലോജിക് സർക്യൂട്ട് ഫോർ ദ ഗിവൺ ട്രൂത്ത് ടേബിൾ ഹാവിങ് ഇൻപുട്ട്സ് എ ആൻഡ് ബി. ഇവിടെ നോക്കുക, അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അപ്പോൾ അത് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്താലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. അപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ഓർ ഗേറ്റ്, പിന്നെ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വരുന്നു. ഇവിടെ നോക്കിയാൽ നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ നോക്കി ഇവിടെ 0 0 എടുക്കുമ്പോൾ ഇവിടെ 0 0
0 0 എടുക്കുമ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടുന്ന് 0 ആണ്. 0 0 എടുക്കുമ്പോൾ ഇവിടെ 0. ഓക്കെ, അത് പിന്നെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഇവിടെ നമ്മൾ 0 എടുക്കുവാണെങ്കിൽ ഇനി അടുത്തത്, അപ്പോൾ ആ കേസ് ഓക്കെയാണ്. ഇനി അടുത്തത് ഇവിടെ 0 1, ബിക്ക് 1 കൊടുക്കാം. ബിക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ ബിക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 ആയിരിക്കും. ബിക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 ആയിരിക്കും. ഇവിടെ 1, ഇവിടെ 1, അപ്പോൾ ഇവിടെ നമുക്ക് 1 വരും. ഓക്കെ, അപ്പോൾ എയും ഓക്കെ A0 B1 വരുമ്പോൾ നമുക്ക് ഇതിന് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പോസിബിൾ അല്ല, ഇത് കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ പറ്റത്തില്ല, അത് മാച്ച് ആവുന്നില്ല. ഇനി അടുത്ത് നമ്മൾ എടുത്തു, അപ്പോൾ ഈ ഓപ്ഷൻ മാച്ച് ആവുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തേനകത്ത് ഇവിടെ ഒരു ഓർ ഗേറ്റ്, രണ്ടാമത്തേൻ്റെ ഇവിടെ ഒരു ഓർ ഗേറ്റ് ഉണ്ട്. സോ പിന്നെ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, പിന്നെ ഇവിടെ നിന്ന് ഒരു ഇങ്ങോട്ട് ഒരെണ്ണം പോകുന്നുണ്ട്. അപ്പോൾ AB, അപ്പോൾ എക്കും ബിക്ക് 0 കൊടുക്കുക. എക്കും ബിക്ക് 0 എടുക്കുമ്പോൾ ഇവിടെയും 0, ഇവിടെയും 0 0, അത് പിന്നെ 0 0 ആണ്. നമുക്ക് എക്ക് 1 കൊടുത്തു. നമുക്ക് എക്ക് 1 കൊടുക്കുമ്പോൾ എക്ക് 1 ഇവിടെ കൊടുക്കുമ്പോൾ എക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 1 0 വരുമ്പോൾ ഇവിടെ 1 ആണ്. ഇവിടെ 1 വരും. പിന്നെ ഇവിടെ 1ഉം ഇവിടെയും 1 ആണ്. ഇവിടെയും 1 വരുമ്പോൾ അന്നേരം നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് 1 വരും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഈ ഗേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈ സർക്യൂട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ നോക്കാം, എക്ക് 1ഉം സോറി തിരിച്ചായി പോയല്ലോ. സോറി മാറിപ്പോയി. സോ ഞാൻ ആദ്യത്തെ എങ്ങനെ എടുത്തു? ആദ്യത്തെ എടുത്തപ്പോൾ തെറ്റിപ്പോയി തോന്നുന്നു. ഞാൻ ആദ്യത്തെ ഒന്നുകൂടെ നോക്കാം. സോ ആദ്യത്തെ എടുത്തപ്പോൾ ചെറുതായിരുന്നു തെറ്റിപ്പോയി. അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ നമുക്ക് ട്രൂത്ത് ടേബിൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അതായിരിക്കും ബെറ്റർ. ചിലപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇടുവാണെങ്കിൽ നോക്കാം, ഇവിടെ A.B, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇതിൻ്റെ ചിലപ്പോൾ അതായിരിക്കും എളുപ്പം. അങ്ങനെയൊന്ന് നോക്കാം. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നോക്കുക, ഇതിൻ്റെ നമുക്ക് ഇക്വേഷൻ ഇടുമ്പോൾ സോ ഇവിടെ AB, സോ AB ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ A+B വരും, A+B ഇവിടെ B വരും. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ A+B ഡോട്ട് B വരും. A+B ഡോട്ട് B, ഓക്കെ, A+B ഡോട്ട് B ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ ഇത് A.B പ്ലസ് ഇത് A.B പ്ലസ് B വരും. ഇത് A.B പ്ലസ് B വരും, A.B പ്ലസ് B. ഇവിടെ നോക്കുക A.B പ്ലസ് B എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 0 0 വരുമ്പോൾ ഇവിടെ 0 0 വരുമ്പോൾ 0 ആണ്. 0 0 വരുമ്പോൾ 0 ആണ്. എയും ബിയും 0 വരുമ്പോൾ ഇപ്പോൾ നോക്കുക, ഇവിടെ എയും ബിയും 0 വരുമ്പോൾ എയും ബിയും 0 വരുമ്പോൾ ഇവിടെ ഔട്ട്പുട്ടും 0 ആണ്. ഇനി A0 B1 വരുമ്പോൾ ഇവിടെ 0 + 1, അന്നേരം നമുക്ക് 1 വരും. ഓക്കെ, അന്നേരം നമുക്ക് 1 വരും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 1 0 വരുമ്പോൾ ഇവിടെ 1 0 വരുമ്പോൾ ഇവിടെ 0 ആണ്. 1.0 വരും, B0 ആണ്, അന്നേരം നമുക്ക് 0 വരും. എയും ബിയും 1 വരുമ്പോൾ ഇവിടെ 1 + 1, രണ്ടും കൂടെ 1 വരുമ്പോൾ അന്നേരം 1 ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പോസിബിൾ അല്ല, ഇത് കിട്ടത്തില്ല. ഫസ്റ്റ് ഇത് കിട്ടത്തില്ല. ഓക്കെ, ഫസ്റ്റിൻ്റെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് നോക്കി വെക്കാം. സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് ഇതുപോലെ എടുക്കാം. സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ എടുക്കുമ്പോൾ സോ ഇവിടെ AB അല്ലേ, ഇവിടെ AB. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് A+B ആണ്, A+B, ഇവിടെ A വരും. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് Y = A+B ഡോട്ട് A വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു A+A.B വരും, A+A.B വരും, A+A.B. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് Y = A+A.B. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ എയും ബി എടുക്കുമ്പോൾ സോ AB, എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 0 എടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. എയുടെ വാല്യൂ എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1. എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0 വരും, അന്നേരം 0 ആണ്. അത് എയുടെ വാല്യൂ 0, ഓക്കെ, എയുടെ വാല്യൂ 0 ആൻഡ് A.B 0 ആയിരിക്കും, A.B 0, അപ്പോൾ 0 ആയിരിക്കും. ഇനി അടുത്തത് എയുടെ വാല്യൂ 1, സോ എയുടെ വാല്യൂ 1 ആൻഡ് ബിയുടെ വാല്യൂ 0 വരുമ്പോൾ ഇവിടെ 1 + 1 + എങ്ങനെയാണ്? കാരണം ഇത് എയുടെ വാല്യൂ 1 വന്നാൽ പിന്നെ എങ്ങനെയാണ് 1 ആയിരിക്കും. പിന്നെ ഇവിടെ 1 വന്നാൽ പിന്നെ 1 ആയിരിക്കും. അപ്പോൾ ഈ ഗേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗേറ്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഗേറ്റ് സോ ഇവിടുത്തെ ഗേറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സോ ഇവിടെ A ഡോട്ട്, ഇവിടെ നോക്കി, ഇത് നോർ ഗേറ്റ് അല്ല, ഇത് നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ A+B
ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ വരും. അവിടെ നോക്കുക എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കും. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ 0 ആണെന്ന്. ഈ കേസിൽ ഇവിടെ നമുക്ക് എല്ലാ 0 ആയിരിക്കും. കാരണം ഇവിടെ 1 വരുന്നത് രണ്ട് 0 വരുമ്പോഴാണ്. 2 0 വരുമ്പോഴേ ഇവിടെ 1 വരുള്ളൂ. ഇവിടെ 2 0 വരുമ്പോഴേ ഇവിടെ 1 വരുള്ളൂ. അപ്പം അന്നേരം ഇവിടെ 1 വരുമ്പോൾ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ എനിവേ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് 0 ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൾവേസ് 0 ആണ്. ഇനി ഇത് എടുക്കുകയാണെങ്കിൽ ഇത് എ പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെൻറ്റ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് അത് 0 ആണ് പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെൻറ്റ് വരും. ദിസ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ കോംപ്ലിമെൻറ്റ് വരും. ഇപ്പോൾ ബി ഡോട്ട് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ വരുമ്പോൾ ബിയുടെ വാല്യൂ 0 ആയിരിക്കും, ബിയുടെ വാല്യൂ 0 ആയിരിക്കും, ബിയുടെ വാല്യൂ 1നും ബിയുടെ വാല്യൂ 1 വരുമ്പോഴും എയുടെ വാല്യൂ 0 വരുമ്പോഴും മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതായത് ബിയുടെ വാല്യൂ 1ഉം എയുടെ വാല്യൂ 0 വരുമ്പോൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും 0 ആയിരിക്കും. അപ്പോൾ ബാക്കിയൊന്നും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കാരണം ഇതിൻ്റെ ഓൾവേസ് 0 ആണ്. ഇതിൻ്റെ എടുക്കുമ്പോൾ ബിയുടെ വാല്യൂ 1നും എയുടെ വാല്യൂ 0യ്ക്ക് മാത്രമേ ഔട്ട്പുട്ട് 1 വരുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 ആൻസർ ഓപ്ഷൻ 2 വരും. Next question number 29. The radiation pressure exerted by a 450 watts light source on a perfectly reflecting surface placed 2 meters away from it. ഒരു പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റീവ് സർഫസ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് എക്സൈഡ് ചെയ്യുന്ന റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ വരുന്നത് റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു 2I/C ആണ്. 2I/C. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി I ഈസ് ഈക്വൽ ടു റേഡിയേഷൻ പവർ ഡിവൈഡ് ബൈ 4πr² ആണ്. അപ്പോൾ പവർ ഡിവൈഡ് ബൈ 4πr². അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഈസ് ഈക്വൽ ടു 2 into P divided by 4πr² into C വരും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 2 into 450 by 4π into 4π into ഡിസ്റ്റൻസ് 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ into 3 into 10⁸ വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 900 വരും. ഇവിടെ 900 വരും. 900 by 4π into 4 into 3 into 10⁻⁻8 വരും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ നോക്കുക 900 by 16 into 48 അല്ലേ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 900 by 4. ഇവിടെ 5.96 into 5.96 into 10⁻⁻8 പാസ്കൽ വരും. അപ്പോൾ 5.98 5.96 അപ്രോക്സിമേറ്റ്ലി നമുക്ക് 6 into 10⁻⁻8 പാസ്കൽ വരും. അപ്പോൾ 6 into 10⁻⁻8 പാസ്കൽ വരും. ഓപ്ഷൻ 3. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 29 അതിനടുത്ത് വരുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, 2I/C. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ 4πr². അപ്പോൾ പോയിന്റ് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പോവാം. A wire of length 25 meter and cross-sectional area 5 mm square having a resistivity of 2 into 10⁻96 is bent into a complete circle. The resistance between the diametrically opposite point will be. ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ ഒരു വയർ, അപ്പോൾ വയറിൻ്റെ ലെങ്ത് L ആണ്. വയറിൻ്റെ ലെങ്ത് L എടുക്കാം. വയർ ഓഫ് അതിൻ്റെ ലെങ്ത് L. അപ്പോൾ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ 5 വരും. 5 mm square അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. എൻ്റെ വയറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ 5 ഏരിയ ഈസ് ഈക്വൽ ടു 5 mm square വരും. അതിന് ബെൻഡിൻ്റെ കംപ്ലീറ്റ് സർക്കിളാക്കി മാറ്റി. ഇവിടെ നോക്കുക, അപ്പോൾ ഇതിന് ബെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിളാക്കി മാറ്റി. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് പോയിന്റ്. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ 6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ റെസിസ്റ്റൻസ് 6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കാരണം നോക്കുക, ഇത് ഫുൾ ലെങ്ത് L ആണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ലെങ്ത് L/2 അല്ലേ ഉള്ളൂ. ഈ ഒരു പോർഷൻ ലെങ്ത് L/2 ഉള്ളൂ, മറ്റേ പോർഷൻ ലെങ്ത് L/2 ആണ്. അപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് R പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. കാരണം R ഈസ് ഈക്വൽ ടു ρL/ഏരിയ ആണ്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതിൻ്റെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് പോയിന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഈ പോർഷൻ റെസിസ്റ്റൻസ് R/2 ആയിരിക്കും. ഈ പോർഷൻ റെസിസ്റ്റൻസ് R/2 ആയിരിക്കും. ഇതിൻ്റെ റെസിസ്റ്റൻസ് R/2 ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഇങ്ങനെ R/2. ഇപ്പോൾ ഒരു ഫുൾ വയറിൻ്റെ R എന്ന് പറയുമ്പോൾ ഫുൾ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ്റെ R/2 ആയിരിക്കും. ഇത് രണ്ടും പാരലായിട്ട് വരും. ഇത് രണ്ടും ഇങ്ങനെ പാരലായിട്ട് വരും. അപ്പോൾ R എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ഫുൾ വയർ. റെസിസ്റ്റൻസ് ഓഫ് ഫുൾ വയർ ആണ്. R എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ഫുൾ വയർ. ആ ഫുൾ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് R.
ഇവിടെ നോക്കി ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ രണ്ടെണ്ണം ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. R/2. സോ R equivalent is equal to ഇവിടുത്തെ R equivalent is equal to സോ R/2/2 R/4 വരും. അപ്പോൾ R equivalent is equal to R/4. ഓക്കെ, R/4 വരും. ഓക്കെ, ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R equivalent is equal to R/4 the resistance between the diametrically opposite points. അപ്പോൾ ഇവിടുത്തെ R-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. R is equal to rho L/area ആണ്. R-ൻ്റെ വാല്യൂ ഇവിടുത്തെ റെസിസ്റ്റിവിറ്റി is equal to 2 × 10⁻⁻6 2 × 10⁻⁻6 into ഇതിൻ്റെ ലെങ്ത് is equal to length of wire is equal to wire of length 25 meter 25 and area is equal to 5 millimeter square. ഓക്കെ, 5 × 10⁻⁻6 വരും അല്ലേ. ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 10 വരില്ലേ. ഇവിടെ ഈ 10⁻⁻6 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 50/5 വരും. 50/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. 10 ohm വരും. അപ്പോൾ അതാണ് R വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ R equivalent, കാരണം ഈ R/4 ആണ്. കാരണം ഡയമട്രിക്കൽ ഓപ്പോസിറ്റ് പോയിന്റ് എടുക്കേണ്ട ഡയമട്രിക്കൽ ഓപ്പോസിറ്റ് പോയിന്റ് ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു R/4. സോ 10/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ohm. അപ്പോൾ അതിൻ്റെ ആൻസർ 2.5 ohm വരും. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഇല്ല. കാരണം അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക്, അവർ NTA-യുടെ മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഇവർ 2.5 ohm എന്ന് പറയുന്ന ആൻസർ ഇല്ല. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ R equivalent is equal to 2.5 ohm ആണ്. R equivalent is equal to 2.5 ohm വരും. അപ്പോൾ NTA-യുടെ ഒരു കീ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഓക്കെ, ആൻസർ ഈസ് ഈക്വൽ ടു 2.5 ohm. ആൻസർ ഈസ് ഈക്വൽ ടു 2.5 ohm വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 30 അതിൻ്റെ ആൻസർ 2.5 ohm ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കുക. 2 blocks of mass M and small m and capital M are placed on a frictional stable as shown in the figure. A master spring with a spring constant K is attached with the lower block. The system is slightly displaced and released then. And mu is the coefficient of friction between the two blocks. Okay. അപ്പോൾ രണ്ട് ബ്ലോക്കിനിടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്രിക്ഷൻലെസ് ആണെന്ന് തോന്നുന്നു. ഗ്രൗണ്ടിൽ ഫ്രിക്ഷൻ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഫ്രിക്ഷൻ ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എം, ഇവിടെ ഒരു സ്മോൾ എം ഉണ്ട്, സ്മോൾ എം, ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K വരും. ഇവിടെ നോക്കുക, ഇവിടെ മ്യൂ വരും. ഇവിടെ നോക്കി ഇത് ആസ് എ സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ ഈ ടൈം പീരീഡ് ഓഫ് സ്മോൾ ഓസിലേഷൻ ഓഫ് ദ 2 ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തോടെ, കാരണം ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ഒരുമിച്ച് മൂവ് ചെയ്യാൻ എടുക്കാം. ദർ ഇസ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഈ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും തമ്മിൽ ദർ ഇസ് നോ റിലേറ്റീവ് മോഷൻ. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്യണം. ഒരുമിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് ഒറ്റ ബ്ലോക്കായിട്ട് എടുക്കാം, M+M. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് T is equal to 2π × M+M/K വരും. ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡ്. ടൈം പീരീഡ് ഓഫ് സ്മോൾ ഓസിലേഷൻ ഓഫ് 2 ബ്ലോക്ക് ഈസ് ഈക്വൽ ടു T is equal to 2π × M+M/K വരും. ഇത് നോക്കുക. അടുത്തത് ആക്സിസ് ഓഫ് ദ ബ്ലോക്ക് ഈസ് A is equal to KX/M+M. നോക്കുക, നമുക്ക് ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എടുക്കുമ്പോൾ നോക്കുക, ഈ ബ്ലോക്ക് ഈ M+M-നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു X ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് KX വരും. അപ്പോൾ ഇവിടുത്തെ F റീസ്റ്റോറിങ് ഈസ് ഈക്വൽ ടു -KX. അപ്പോൾ -KX ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ F ഈസ് ഈക്വൽ ടു MA ആണ്. M+M × A വരും. അപ്പോൾ M+M × A ഈസ് ഈക്വൽ ടു M+M × A ഈസ് ഈക്വൽ ടു -KX. കാരണം ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് KX വരും. റീസ്റ്റോറിംഗ് ഫോഴ്സ് KX ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ബ്ലോക്കിൻ്റെ രണ്ട് ബ്ലോക്ക് ഒരുമിച്ച് മൂവ് ചെയ്യുന്ന കേസ്. ഇപ്പോൾ M+M × ആക്സേഷൻ വരും. അപ്പോൾ A ഈസ് ഈക്വൽ ടു -KX/M+M. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സേഷൻ ഈസ് ഈക്വൽ ടു KX/M+M വരും. KX/M+M. അപ്പോൾ അതിൻ്റെ ആൻസർ ഓക്കെ, KX/M+M. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ B വരും. ബിയും കറക്റ്റാണ്. KX/M+M വരും. ഇത് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഓൺ അപ്പർ ബ്ലോക്ക്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഓൺ അപ്പർ ബ്ലോക്ക്. നമുക്ക് ഈ അപ്പർ ബ്ലോക്ക് നമ്മൾ ഈ ലോവർ ബ്ലോക്കിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ലോവർ ബ്ലോക്കിലാണ് ഈ ക്യാപിറ്റൽ M കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പർ ബ്ലോക്കിന് ഫ്രിക്ഷൻ കാരണമാണ് അതിന് മൂവ്മെൻറ്റ് വരുന്നത്. ഫ്രിക്ഷൻ കാരണമാണ്. ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ, ഇത് ഇങ്ങോട്ടേക്ക് A ആക്സേഷൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ മുകളിലത്തെ ബ്ലോക്കിന് A ആക്സേഷൻ ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ബ്ലോക്കിന് ആ A ആക്സേഷൻ കിട്ടുന്നത്, മുകളിലത്തെ ബ്ലോക്കിനും ആ A ആക്സേഷൻ കിട്ടുന്നത്
ഇവിടുത്തെ ഫ്രിക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്, ഈ ഫ്രിക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ എ ആക്സലേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് എഴുതാം. മുകളിലത്തെ ബ്ലോക്ക് ഈ താഴത്തെ ബ്ലോക്കിൻ്റെ ഒപ്പം ഇങ്ങനെ എ ആക്സലേഷൻ പോവുകയാണെങ്കിൽ അതിന് കാരണം ഫ്രിക്ഷനാണ്, ആ ഫ്രിക്ഷനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ വരും. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എ ഈസ് ഈക്വൽ ടു കെ എക്സ് ഡിവൈഡ് ബൈ എം പ്ലസ് എം ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു frictional force is equal to m into a, m into a, m into kx divided by m plus m. m into kx, m into kx divided by m plus m. m into kx divided by m plus m. Magnitude of friction force on the upper block is m into kx by m plus m വരും. അപ്പോൾ സി റോങ് ആണ്. ഇവിടെ എം ഇൻറ്റു മ്യൂ ഇൻറ്റു എക്സ് ബൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അത് റോങ് ആണ്. ഓക്കെ, ഇനി ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്പർ ബ്ലോക്ക് ഇഫ് ഇറ്റ് ഡസ് നോട്ട് സ്ലിപ്പ് ഈസ് ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്പർ ബ്ലോക്ക് എടുക്കണം. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്പർ ബ്ലോക്ക് വെൻ ഇറ്റ് ഡസ് നോട്ട് സ്ലിപ്പ് എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് ഇതിൻ്റെ രണ്ടിന് ഒരേ രണ്ടും ഒരുമിച്ച് പോവല്ലേ, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എക്സ്, ഇങ്ങോട്ടേക്ക് എക്സ് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങോട്ടേക്ക് എക്സ് ആണ്, ഇങ്ങോട്ടേക്ക് കെ എക്സ്. അപ്പോൾ വെൻ എക്സ് ഈസ് വെൻ അറ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അപ്പോൾ k into a, k into a is equal to kx is equal to m plus m into a, വരും, m plus m into acceleration at maximum amplitude when x is equal to, അതായത് when at maximum amplitude when x is equal to a, അപ്പോൾ k into a is equal to m plus m into a വരും, m plus m into a. നോക്കുക ഇവിടുത്തെ ആക്സലേഷൻ a is equal to ka divided by m plus m വരും, ka divided by m plus m വരും, ka divided by m plus m, അതാണ് അതിൻ്റെ മാക്സിമം ആക്സലറേഷൻ. ഓക്കെ, ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ അപ്പർ ബ്ലോക്ക്. ഓക്കെ, ഇഫ് ഇറ്റ് ഡസ് നോട്ട് സ്ലിപ്പ് ചെയ്യാതിരിക്കണേ നോക്കുക. അപ്പോൾ ഇതിന് ഈ താഴത്തെ ബ്ലോക്കിന് ഇതേ ആക്സലേഷൻ a ഉണ്ടെങ്കിൽ മുകളിലത്തെ ബ്ലോക്കിനും അതേ ആക്സലേഷൻ a കിട്ടണം. ഇവിടുത്തെ എ മാക്സ് ആണ്, ഇവിടുത്തെ എ മാക്സ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ എ മാക്സ് ആണിത്, എ മാക്സ് ഈസ് ഈക്വൽ ടു കെ എ ഡിവൈഡ് ബൈ എം പ്ലസ് എം ആണ്. കെ എ ഡിവൈഡ് ബൈ എം പ്ലസ് എം വരും. അപ്പോൾ ഇതിന് എ മാക്സ് ആണെങ്കിൽ ഇതിൻ്റെ എ മാക്സ് ആണെങ്കിൽ ഇതിനും എ മാക്സ് ആണ്. കാരണം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മാക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ എ ബിക്കം എ മാക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഫോഴ്സ്, കാരണം ഈ മുകളിലത്തെ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഫോഴ്സ്, ഇവിടുത്തെ എഫ് മാക്സ് ഈസ് ഈക്വൽ ടു, എഫ് മാക്സ് എന്ന് പറയുമ്പോൾ അത് എഫ് ലിമിറ്റിംഗ് ആണ്, എഫ് ലിമിറ്റിംഗ് വരും. എഫ് മാക്സ് ഈസ് ഈക്വൽ ടു എഫ് ലിമിറ്റിംഗ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി വരും, ആണ്. കാരണം ഇവിടെ എം ജി താഴത്തോട്ട് ആക്ട് ചെയ്യുന്നു, ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എൻ വരും. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ ടൈംസ് എൻ, മ്യൂ എം ജി വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി വരും. അപ്പോൾ മ്യൂ എം ജി ഷുഡ് ബി ഈക്വൽ ടു, കാരണം എഫ് മാക്സ്, കാരണം എം ഇൻറ്റു എ മാക്സ് ഈസ് ഈക്വൽ ടു എഫ് മാക്സ് ആയിരിക്കണം, എം ഇൻറ്റു എ മാക്സ് ഈസ് ഈക്വൽ ടു, മുകളിലത്തെ ബ്ലോക്ക് എ മാക്സ് ആക്സലറേഷനിൽ പോവാണ്, കാരണം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുമ്പോൾ മാക്സിമം ആക്സലറേഷൻ ആണ്. എം ഇൻറ്റു എ മാക്സ് ഈസ് ഈക്വൽ ടു, അത് എഫ് മാക്സ് ആണ്. അപ്പോൾ എം ഇൻറ്റു എ മാക്സ് എന്ന് പറയുമ്പോൾ കെ എ ഡിവൈഡ് ബൈ എം പ്ലസ് എം ഈസ് ഈക്വൽ ടു മ്യൂ എം ജി വരും, ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ എമ്മും കട്ടായി പോകും. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ജി ഡിവൈഡ് ബൈ കെ വരും. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ജി ഡിവൈഡ് ബൈ കെ വരും. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, കാരണം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുമ്പോൾ മാക്സിമം ആക്സലേഷൻ ആണ്, കെ എ ഈസ് ഈക്വൽ ടു എം പ്ലസ് എം ഇൻറ്റു എ മാക്സ് വരും. കെ എ ഈസ് ഈക്വൽ ടു മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ കെ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എം പ്ലസ് എം ഇൻറ്റു എ മാക്സ് വരും. അപ്പം ആ മുകളിലത്തെ ബ്ലോക്കിന് ഈ ആക്സലേഷൻ കൊടുക്കുന്ന ഫ്രിക്ഷൻ ഫോഴ്സ്, അപ്പോൾ ഫ്രിക്ഷൻ ഷുഡ് ബി മാക്സിമം ആയിരിക്കണം. അപ്പോൾ ലിമിറ്റ് ഓഫ് ഫ്രിക്ഷൻ ഈ വാല്യൂ കൊടുക്കണം. ലിമിറ്റ് ഓഫ് ഫ്രിക്ഷൻ ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നോ സ്ലിപ്പിംഗ്, കൊടുത്തില്ലെങ്കിൽ സ്ലിപ്പിംഗ് വരും. ഓക്കെ, അപ്പോൾ എ മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ എ മാക്സിൻ്റെ വാല്യൂ കെ എ ബൈ എം പ്ലസ് എം. അപ്പോൾ നമ്മൾ എം ഇൻറ്റു എ മാക്സ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി കൊടുക്കുക. അപ്പോൾ എ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ജി ബൈ കെ വരും.
യു ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ജി ബൈ കെ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡിയും കറക്റ്റാണ്. ഇനി മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ക്യാൻ ബി മ്യൂ എം ജി ആണ്. മ്യൂ ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ജി അല്ല. സോ എഫ് മാക്സിൻ്റെ വാല്യൂ, ഇവിടുത്തെ എഫ് മാക്സിൻ്റെ വാല്യൂ മാക്സിമം ഫ്രിക്ഷൻ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ ഫ്രിക്ഷൻ ഈ മുകളിലത്തെയും താഴത്തെയും ബ്ലോക്കിനിടയ്ക്കുള്ളൂ, ഇതിനിടയ്ക്കുള്ളൂ. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ എം ജി താഴത്തോട്ട്, ഇവിടെ നമ്മൾ എടുക്കുക, ഇവിടുത്തെ എം ജി താഴത്തോട്ട്, നോർമൽ റിയാക്ഷൻ എൻ ഉണ്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എൻ വരും, അത് മ്യൂ എം ജി ആണ്. അപ്പോൾ മാക്സിമം ഫ്രിക്ഷൻ ഈസ് മ്യൂ എം ജി ആണ്, മ്യൂ ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ജി അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എ ബി ഡി വരും. അതിൻ്റെ ആൻസർ എ ബി ഡി വരും. ആൻസർ എ ബി ഡി ഓൺലി. ഓപ്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 31. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32 എന്നാണ് ഇവിടെ. ഓക്കെ, നോക്കാം. Which of the following curve possibly represent the one-dimensional motion of a particle? Which of the following curve represent the one-dimensional motion of a particle? പിന്നെ അത് വൺ ഡയമെൻഷൻ മോഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഫേസ് ഈസ് ഈക്വൽ, ഇവിടുത്തെ ഒരു ഫേസ്, ഇവിടെ ഒരു ഫേസ് വന്നിട്ടുണ്ട്. ഫേസ് പറയുമ്പോൾ സോ ഇതിങ്ങനെ ഒരു ഗ്രാഫാണ് ഫൈ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ നമുക്കറിയാം, ഫേസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഫൈ ഈസ് ഈക്വൽ അത് ഒമേഗ ടി പ്ലസ് കെ ഫൈ നോട്ട് എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഫേസ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ സോ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ഇപ്പോൾ നോക്കി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ എഴുതുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതും, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് എന്ന് എഴുതും. അപ്പോൾ ഇതാണ് ഫേസ് എന്ന് പറയുമ്പോൾ, ഇതാണ് ആ ഫേസ്. അപ്പോൾ ഇതാണ് ഫേസ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ, ഇത് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഫേസ് നെഗറ്റീവ് ഫൈ നോട്ടാണ്. ഇത് ടൈം വരും, ടൈം വരും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ വരും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു വൺ ഡയമെൻഷൻ മോഷനാണ്. കാരണം ഈ പാർട്ടികൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പിന്നെ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അടുത്ത എക്സ്ട്രീമെൻറ്റിൽ പോകും. അപ്പോൾ ബിറ്റ്വീൻ രണ്ട് എക്സ്ട്രീമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഇത് വൺ ഡയമെൻഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ രണ്ട് ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണും. ഓക്കെ, രണ്ട് ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണും. അപ്പോൾ എ ഓക്കെയാണ്, എ എന്ന് പറഞ്ഞ ഗ്രാഫ് ഓക്കെയാണ്. ഇനി ബി നോക്കുക, വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ഒരു സർക്കുലർ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുക, അതായത് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോക്കുക, ഇത് എസ് എച്ച് എമ്മിൻ്റെ കേസിൽ പറയാം വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. ഇവിടെ വി സ്ക്വയർ ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ വരും. ഈ ഒരു ഇക്വേഷൻ ശരിക്കും പറയാം ഒരു എലിപ്സ് പോലെയാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു എലിപ്സ് പോലെയാണ് വരുന്നത്. ഈ എലിപ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ സെമി മേജർ ആക്സിസും മൈനർ ആക്സിസും ഒന്നാകുമ്പോൾ അത് എ ഈസിക്വൽ ടു ബി വരുമ്പോൾ എ ഈസിക്വൽ ടു ബി വരുമ്പോൾ ഇതൊരു സർക്കിളായിട്ട് മാറും. അപ്പോൾ ഇതൊരു പോസിബിളാണ്. ഒരു എസ് എച്ച് എമ്മിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് വെലോസിറ്റിയും ഡിസ്പ്ലേസും നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പോസിബിളാണ്. കാരണം നോക്കുക, സോ നമ്മൾ നോക്കിയാൽ മതി. അതായത് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം വെലോസിറ്റി. അപ്പോൾ നമ്മളൊരു എസ് എച്ച് എം എടുത്താൽ നോക്കിയാൽ ഒരു എസ് എച്ച് എമ്മിൻ്റെ കേസ്, ഒരു പെൻഡുലത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ മെയിൻ പൊസിഷൻ ഇങ്ങനെ വരുമ്പോൾ ഈ പൊസിഷൻ എത്തുമ്പോൾ ഇവിടെ വെലോസിറ്റി വി മാക്സ് ആണ്. ഈ എൻഡിലോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ വെലോസിറ്റി 0 വരും. തിരിച്ചിങ്ങനെ വരുമ്പോൾ വെലോസിറ്റി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാക്സിമം ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു ഗ്രാഫ് പോസിബിളാണ്. ഇത് ഓക്കെയാണ്. ഇനി വെലോസിറ്റി ടൈം എടുക്കുമ്പോൾ ഇത് പോസിബിൾ അല്ല. കാരണം ഒരു ഗിവൺ ടൈമിൽ രണ്ട് വെലോസിറ്റി പോസിബിൾ അല്ല. അപ്പോൾ നോക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ഒരു ഗിവൺ ടൈം എടുക്കുമ്പോൾ സപ്പോസ് ഒരു ടൈം ടിയിൽ രണ്ട് വെലോസിറ്റി പോസിബിൾ അല്ല. അപ്പോൾ സി പറ്റത്തില്ല. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം എടുക്കുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു അപ്വേഡ് ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ എപ്പോഴും ഒരു അപ്വേഡായിട്ട് പോകുന്നൊരു ഗ്രാഫ് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് എപ്പോഴും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഓൾവേസ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതും പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ ഒരു വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് വെച്ചാൽ എ ബി ആൻഡ് ഡി ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 32 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. വരും. Next question number 33. A parallel plate capacitor is filled equally half with the two dielectrics of dielectric constant E1 and epsilon1 and epsilon2 as shown in the figure. The distance between the plate is D and the area of each plate is A. If the capacitance of the first configuration and the second configuration are C1 and C2 respectively, then C1 by C2 കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കോൺഫിഗറേഷൻ, ഫസ്റ്റ് കോൺഫിഗറേഷൻ അത് ഇങ്ങനെയാണ് വരുന്നത്. അതൊക്കെ ഈ പ്ലേറ്റ് ഇവിടെയാണ് വരുന്നത്. പ്ലേറ്റ് ഇവിടെയാണ്. നോക്കുക, ഈ പ്ലേറ്റ് ഇങ്ങനെയാണ്.
ഇതിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ε2, ഇത് ε1 അല്ലെങ്കിൽ ε2 എന്ന് എടുക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇത് d/2, ഇതും d/2, ഇതും d/2. ഓക്കെ, ഇതും d/2. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയും d/2. ഓക്കെ, d/2, ഇപ്പോൾ d/2. ഇവിടുത്തെ പ്ലേറ്റ് ഏരിയ എ ആണ്, ഇവിടുത്തെ പ്ലേറ്റ് ഏരിയ എ. ഇവിടെ എടുക്കുമ്പോൾ 2 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വരുന്നൊരു എഫക്റ്റാണ്. 2 കപ്പാസിറ്റൻസ് ഇവിടെ സീരീസ് ആയിട്ട് വരുന്നൊരു എഫക്റ്റാണ്. ഇപ്പോൾ 2 കപ്പാസിറ്റൻസ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് C1 ഡാഷ് C2 ഡാഷ് വരും. C1 ഡാഷ് C2 ഡാഷ് വരും. അപ്പോൾ C1 ഡാഷ് നമുക്ക് കഴിഞ്ഞാൽ C1 ഡാഷ് ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു ε1 ഇൻറ്റു ഏരിയ ഇൻറ്റു ബൈ d/2 വരും, d/2. ഓക്കെ, സോ അതുപോലെ ഓക്കെ C2 ഡാഷ് ഈസ് ഈക്വൽ ടു C2 ഡാഷ് എന്ന് പറയുമ്പോൾ ε0 E1 A/d/2 വരും. അപ്പോൾ C1 ഡാഷ് ഈസ് ഈക്വൽ ടു 2 ε0 E1 A/d. അതിൻ്റെ അടുത്ത് C2 ഡാഷ് ഈസ് ഈക്വൽ ടു 2 ε0 E1 A/d വരും. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു അത് C1 ആണ്. C1 നമുക്ക് എങ്ങനെ എഴുതാം? C1 ഈസ് ഈക്വൽ ടു C1 എന്ന് പറയുമ്പോൾ C1 ഡാഷ് C2 ഡാഷ് ബൈ C1 ഡാഷ് പ്ലസ് C2 ഡാഷ് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുവാണെങ്കിൽ നോക്കാം, ഇവിടെ കോമൺ ആയിട്ട് കുറച്ച് ടേംസ് ഇല്ലേ? കോമൺ ആയിട്ട് ടേംസ് പറയുമ്പോൾ 2, അപ്പോൾ 4 ഇൻറ്റു ഇവിടെ നോക്കുക, 2 ε0 E1 A/d ഇൻറ്റു 2 ε0 E2. സോറി, ഇവിടെ E1 ആണെങ്കിൽ മറ്റോടത്ത് E2 ആണ്. സോറി, ഇവിടെ E2 ആണ്. ε0 E2 A/d വരും, ഡിവൈഡ് ബൈ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 2 ε0 A/d ഇൻറ്റു E1 പ്ലസ് E2 വരും. ഇവിടെ നോക്കുക, ഇവിടുത്തെ C1ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ C1 ഈസ് ഈക്വൽ ടു C1ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ C1 ഈസ് ഈക്വൽ ടു ഇവിടെ C1ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ 2 ε0 A ക്യാൻസൽ ആയി പോകും. 2 ε0 A/d 2 ε0 A/d. സോ 2 ε0 A/d ക്യാൻസൽ ആയി പോകും, ബൈ d ഇവിടെ ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ബാക്കി വരുന്ന നോക്കുക, ഇവിടെ ബാക്കി വരുന്നത് 2 ഇൻറ്റു ഓക്കെ ε0 ഇൻറ്റു 2 ε0 ഇൻറ്റു A ഇൻറ്റു E1 E2 ബൈ E1 പ്ലസ് E2 വരും, ബൈ d വരും. ഓക്കെ, 2 ഇൻറ്റു ε0 ഇൻറ്റു A ഇൻറ്റു ഓക്കെ, സോ 2 ഇൻറ്റു ε0 ഇൻറ്റു A ഇൻറ്റു അങ്ങനെയല്ലേ, 2 ε0 A ഇൻറ്റു E1 E2 ഡിവൈഡ് ബൈ d ഇൻറ്റു E1 E1 പ്ലസ് E2 വരും. രണ്ടാമത്തെ കേസ് നോക്കുക. ഇനി രണ്ടാമത്തെ കേസ് പറയുമ്പോൾ നോക്കുക, അത് ഇങ്ങനെയാണ് വരുന്നത്. പ്ലേറ്റ് ഏരിയ ഇങ്ങനെ വന്നിട്ട് രണ്ടിടത്തും ഈക്വൽ ആയിട്ട് ഇങ്ങനെ വരുന്നത്. രണ്ടാമത്തെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ E1 ഇവിടെ E2 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 2 കപ്പാസിറ്റൻസ് ഓക്കെ, ഇവിടെ കപ്പാസിറ്റൻസ് ഓക്കെ. അപ്പോൾ ഇവിടെ D ആണ്, ഇവിടെ D വരും. അപ്പോൾ ഇവിടെ A/2 വരും, ഇവിടുത്തെ ഏരിയ A/2, ഇവിടുത്തെ ഏരിയ A/2 വരും. അപ്പോൾ ഇവിടുത്തെ ഏരിയ A/2, അപ്പോൾ ഇവിടുത്തെ ഏരിയ A/2 വരും. അപ്പോൾ ഇവിടെ A/2, ഇവിടെ A/2 വരും. അപ്പോൾ ഇവിടെ C1 ഡബിൾ ഡാഷ് വരും, C1 ഡബിൾ ഡാഷ്, ഇവിടെ C2 ഡബിൾ ഡാഷ് വരും. ഇവിടെ നോക്കുക, C1 ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ε1 ഇൻറ്റു ε0 ഇൻറ്റു ഇവിടുത്തെ ഏരിയ A/2 ബൈ d. C2 ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ε1 ε0 ഇൻറ്റു A/2d വരും. അതിൻ്റെ ഇവിടുത്തെ C ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു C2 എന്ന് പറയുമ്പോൾ C2 ഈസ് ഈക്വൽ ടു C1 ഡബിൾ ഡാഷ് പ്ലസ് C2 ഡബിൾ ഡാഷ് വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ C2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കോമൺ ആണ്, കോമൺ ആയിട്ട് വരുമ്പോൾ ε0 ഇൻറ്റു A/2d. സോ A/2d ε0 ഇൻറ്റു A/2d E1 പ്ലസ് E2 വരും. സോറി, ഇവിടെ E1 പ്ലസ് E2 ആണ്, E1 പ്ലസ് E2 വരും. ഓക്കെ, നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ റേഷ്യോ C1/C2ൻ്റെ റേഷ്യോ എടുക്കണം. ഇനി C1/C2ൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ C1/C2 ഈസ് ഈക്വൽ ടു 2 ε0 A ഇൻറ്റു E1 E2 ബൈ E1 പ്ലസ് E2 d ഡിവൈഡ് ബൈ
എപ്സിലോൺ നോട്ട് എ E1 പ്ലസ് E2 ബൈ 2D വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ നോക്കുക ഇതിൻ്റെ റേഷ്യോ ഈ എപ്സിലോൺ നോട്ട് എ ക്യാൻസലായി പോകും, ഈ ഡിയും ക്യാൻസലായി പോകും. പിന്നെ ബാക്കി വരുന്ന 4. ഓക്കെ, 2 × 2 4 മോൾ വരും. സോ 4 × E1 E2 ഡിവൈഡ് ബൈ E1 പ്ലസ് E2 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 4 E1 E2 ഡിവൈഡ് ബൈ E1 പ്ലസ് E2 ഹോൾ സ്ക്വയർ വരും. 4 E1 E2 ഡിവൈഡ് ബൈ E1 പ്ലസ് E2 ഹോൾ സ്ക്വയർ വരും. ഓപ്ഷൻ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 33, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, ഇനി മാച്ച് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഡയമെൻഷൻ ഇതിൽ നിന്നാണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, അതിൻ്റെ നമുക്കറിയാം. സോ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ സോ ml². സോ പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോൾ സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ സോ അത് ml² T പവർ -2 ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി ബൈ മാസ് ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബൈ മാസ് വരും. പൊട്ടൻഷ്യൽ എനർജി ബൈ മാസ് അപ്പോൾ ml² T പവർ -2 ബൈ m. അപ്പോൾ അത് l² T പവർ -2. അപ്പോൾ അത് 2ലോട്ട് പോകും. ഇനി ജി എന്ന് പറയുമ്പോൾ ജിയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ എൽ ടി പവർ -2 ആണ്. എൽ ടി പവർ -2 ഇങ്ങോട്ട് പോകും. ആൻഡ് ജിയുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു ജിയുടെ വാല്യൂ എടുക്കുമ്പോൾ അത് എഫ് ഇൻറ്റു r² ബൈ m1 m2 വരും. ml ടി പവർ -2 ഇൻറ്റു l² ബൈ m² വരും. സോ m പവർ -1 l³ T പവർ -2 m പവർ -1. ഓക്കെ, m പവർ -1 l³ T പവർ -2. സോ അത് 4 വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 8 to 4 വരുമ്പോൾ തന്നെ ഓരോ ഓപ്ഷൻ ഉള്ളൂ. 8 to 4 വരുമ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നേരെ ചെയ്യാം. B to 3 വരും. B to 3 കറക്റ്റാണ്. C to 2 ആൻഡ് D to 1 വരും. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 34, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. Next question number 35. A force of 49 Newton acts tangentially at the highest point of the sphere, solid sphere of mass 20 kg kept on a rough horizontal plane. The sphere rolls without slipping, then the acceleration of the center of sphere. Okay. ഇത് രണ്ട് രീതി ചെയ്യാം. ഞാൻ എളുപ്പത്തിൽ, സോ നമ്മൾ സാധാരണ എളുപ്പത്തിൽ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നോക്കാം. ഇവിടെ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ടോപ്പ് ഒരു 49 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഇതിൻ്റെ സ്ഫിയർ. ഓക്കെ, സ്ഫിയറിൻ്റെ മാസ് വന്നിട്ടുണ്ട്. മാസ് ഈസ് ഈക്വൽ ടു m ഈസ് ഈക്വൽ ടു സോ 20 കിലോഗ്രാം വരും. ഇവിടെ നോക്കാം. അപ്പോൾ ഈ സ്ഫിയർ ഞാൻ എടുക്കുകയാണെങ്കിൽ സ്ഫിയർ ഞാൻ എടുക്കുമ്പോൾ ഈ സ്ഫിയർ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ പോയിൻ്റ് പോയിട്ടായിട്ടുള്ള ടോർക്ക്. അപ്പോൾ ടോർക്ക് എടുക്കുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 49, ഈ ഡിസ്റ്റൻസ് 6 വരും, ഈ ഡിസ്റ്റൻസ് 2r വരും, ഈ ഡിസ്റ്റൻസ് 2r വരും. ഈ പോയിൻ്റ് ടോർക്ക് എടുക്കുമ്പോൾ സോ ടോർക്ക് ഈസ് ഈക്വൽ ടു സോ f ഇൻറ്റു 2r വരും. അപ്പോൾ f ഇൻറ്റു 2r ഈസ് ഈക്വൽ ടു f ഇൻറ്റു 2r എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇവിടുത്തെ ടോർക്ക് ഈസ് ഈക്വൽ ടു I α എന്ന് വരും. ടോർക്ക് ഈസ് ഈക്വൽ ടു I α. ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുമ്പോൾ ഈ സ്ഫിയർ റോൾ ചെയ്യുന്ന ഈ പോയിൻ്റ് പോയിട്ടാണ്, ഈ സ്ഫിയർ റോൾ ചെയ്യുന്ന ഈ പോയിന്റ്, ഇതിനെ പോയിട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു 2/5 mr² പ്ലസ് mr² വരും. ഇപ്പോൾ 7/5 mr², ദാറ്റ് ഈസ് ഈക്വൽ ടു 7/5 mr² വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സോ f ഇൻറ്റു 2r ഈസ് ഈക്വൽ ടു 7/5 mr². ഇവിടെ സ്മോൾ ആർ കൊടുക്കാം. നമുക്ക് ഇവിടെ റേഡിയസ് സ്മോൾ ആർ ആയിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ 7/5 m ഇൻറ്റു സ്മോൾ r² വരും. 7/5 m ഇൻറ്റു സ്മോൾ r² ഇൻറ്റു ആൽഫ വരും. ഓക്കെ, ഇൻറ്റു ആൽഫ വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഒരു ആറും ഈ ഒരു ആറും ക്യാൻസലായി പോകും. അപ്പോൾ നോക്കുക, ഇവിടെ ഇപ്പോൾ f ഇൻറ്റു 2, സോ f ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 2f ഈസ് ഈക്വൽ ടു 7/5 m ഇൻറ്റു ഇവിടെ r ആൽഫ വരും. ഈ r ആൽഫ എന്ന് പറയുമ്പോൾ ആക്സിലേഷൻ, കാരണം പ്യുവർ റോളിംഗ് അല്ലേ, ഇറ്റ്സ് എ പ്യുവർ റോളിംഗ് ആണ്. അപ്പോൾ a സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ACM ഈസ് ഈക്വൽ ടു r ആൽഫ വരും. അപ്പോൾ a സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സോ 2f ഈസ് ഈക്വൽ ടു 7/5 ഇൻറ്റു m ഇൻറ്റു a വരും. ആക്സിലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ACM. അപ്പോൾ ആക്സിലേഷൻ ഓഫ് സെൻറ്റർ a ഈസ് ഈക്വൽ ടു സോ 2 ഇൻറ്റു f ഇൻറ്റു 5 ഡിവൈഡ് ബൈ 7 ഇൻറ്റു m വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ 2 ഇൻറ്റു 49 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 7 ഇൻറ്റു മാസ് ഓഫ് സ്ഫിയർ 20 കിലോഗ്രാം അല്ലേ, 20 വരും. ഇവിടെ നോക്കാം,
ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 7 കൂടെ മുമ്പ് ഇവിടെ 7 വരും. ഇപ്പോൾ ഇവിടെ 10 വരില്ല, ഇവിടെ 70/20 വരും. ദിസ് ഈസ് 3.5. ദിസ് ഈസ് ഈക്വൽ 3.5 m/s² വരും. അപ്പോൾ ഇവിടുത്തെ ആക്സലറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ 3.5 m/s². ഓപ്ഷൻ 1 നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ്. അതല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമ്മൾ എടുക്കുമ്പോൾ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ എടുക്കും. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് F അപ്ലൈ ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ വരും. ഇപ്പോൾ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ഫ്രിക്ഷൻ ഇപ്പോൾ നമുക്ക് മാറിപ്പോയി. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ, കാരണം ഇത് ഇങ്ങോട്ടേക്ക് ഒരു ക്ലോക്ക് വൈസ് സെൻറ്ററിന് ബോർഡായിട്ട് ഇതൊരു ക്ലോക്ക് വൈസ് ടോർക്ക് ആണെങ്കിൽ ഇപ്പോൾ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ F ഇങ്ങോട്ടേക്കായിരിക്കും. Fൽ ക്രിയേറ്റ് ചെയ്യുക കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക്. അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ F+F ഈസ് ഈക്വൽ ടു m × a എന്ന് എഴുതും, കാരണം ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ആക്സിലറേഷൻ. F+F ഈസ് ഈക്വൽ ടു m × a. ടോർക്ക് എടുക്കുമ്പോൾ F × r മൈനസ് F × r ഈസ് ഈക്വൽ ടു I∝ വരും. I∝ ഇവിടുത്തെ I∝ എടുക്കുമ്പോൾ, കാരണം ഇതിനെ ബോർഡായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ്, നമ്മൾ 2/5 × mr² വരുള്ളൂ. അപ്പോൾ Fr മൈനസ് Fr ഈസ് ഈക്വൽ ടു 2/5 mr² ആൽഫ വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ F- F എടുക്കുമ്പോൾ F- F എടുക്കുമ്പോൾ ഒരു r ക്യാൻസലായി പോകും. 2/5 × m × r ആൽഫ വരും. അപ്പോൾ ഇത് F- F ഈസ് ഈക്വൽ ടു 2/5 × m × a വരും. മറ്റോടത്ത് F+F ഈസ് ഈക്വൽ ടു ma വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2F ഈസ് ഈക്വൽ ടു 7/5 ma വരും. അപ്പോൾ a ഈസ് ഈക്വൽ ടു 2 × F × 2 × F × 5/7m വരും. അപ്പോൾ അതേ ആൻസർ തന്നെ, അതേ റിസൾട്ട് തന്നെ. 2 × F × 5/7m വരും. അതേ ആൻസർ തന്നെ കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഫ്രിക്ഷനൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതിലും കുറച്ചുകൂടി എളുപ്പം ഈ മെത്തേഡാണ്, കാരണം ഇവിടെ ഒറ്റ ഫോഴ്സ് എടുത്ത്, കാരണം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. കാരണം ഞാൻ ഈ പോയിന്റ് ബോർഡായിട്ട് ടോർക്ക് എടുത്തത്, കാര്യം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഈ പോയിന്റ് ബോർഡായിട്ട് ടോർക്ക് എടുക്കുമ്പോൾ ഫ്രിക്ഷൻ്റെ ടോർക്ക് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഈ പോയിന്റ് ബോർഡായിട്ട് ഫ്രിക്ഷൻ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഈ ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടോർക്ക് എടുത്തിട്ട് I∝ എന്നും എടുത്തു. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. Okay, next question number. A piston of mass m is hung from a massless spring whose resistive force law goes as F is equal to -kx³, where k is the spring constant of appropriate dimension. The piston separates the vertical chamber into two parts, where the bottom part is filled with n moles of an ideal gas. An external work is done on the gas isothermally at a constant temperature with the help of a heating element with a negligible volume mounted in the lower part of the chamber, so that the piston goes up from a height L0 to L1. L0 അതായത് ഈ L0 ൽ നിന്ന് L1 വരെ പോയി. സോ ദ ടോട്ടൽ എനർജി ഡെലിവേർഡ് ബൈ ദ ഫിലമെന്റ് ഈസ് അസ്യൂം ദ സ്പ്രിംഗ് ടു ബി ഇൻ ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് ബിഫോർ ഹീറ്റിംഗ്. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് കൊടുക്കുന്നു. ഇവിടെ നടക്കുന്നത്, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല. ഓക്കെ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, ഹീറ്റ് ഈസ് ഗിവൺ. അപ്പോൾ പിസ്റ്റൺ ഓഫ് മാസ് എം ഉണ്ട്, ഇവിടെ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ പിസ്റ്റണിൻ്റെ മാസ് എം, PM ഇത്ര ഹൈലോട്ട് പോവാണ്, സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നു, പിന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മൊത്തത്തോടെ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നോക്കാം, ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ അറേഞ്ച്മെൻ്റ് എന്ന് വരയ്ക്കാം. ഇനീഷ്യൽ അറേഞ്ച്മെൻ്റ് എന്ന് വരയ്ക്കുമ്പോൾ ആദ്യം ഇതിങ്ങനെ, ആദ്യം ഈ സാധനം ഇവിടെയായിരുന്നു, ഈ പിസ്റ്റൺ ഇവിടെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാസ് എം, ഇതിൻ്റെ ലെങ്ത്ത് L0. ഇവിടെ ഒരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇവിടുന്ന് ഇവിടുന്ന് ഈ പിസ്റ്റൺ മാസ് എം മാസുള്ള പിസ്റ്റൺ ഇവിടുന്ന് L1 പോകുന്നു. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, കാരണം ഇത് ഇങ്ങോട്ടേക്ക് Q എമൗണ്ട് ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ Q ഈസ് ഈക്വൽ ΔU പ്ലസ് വർക്ക് എന്ന് എഴുതാം. ഇവിടെ നോക്കി, ഇവിടെ T കോൺസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ ഇതിൻ്റെ ടെമ്പറേച്ചർ T കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ T കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ T കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ΔU 0 ആണ്. T കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ΔUയുടെ വാല്യൂ 0. അപ്പോൾ T കോൺസ്റ്റൻ്റ്, അപ്പോൾ ΔUയുടെ വാല്യൂ 0. അപ്പോൾ നോക്കുമ്പോൾ Q ഈസ് ഈക്വൽ നമുക്ക് വർക്ക് ഡൺ എന്ന് എഴുതാം. So Q is equal to heat given by the filament is equal to work done by the gas ആണ്. Q given by the filament is equal to, so Q
given by filament is equal to work done by gas വരും. That is equal to work done by gas, that is equal to work done by gas. അപ്പോൾ നോക്കുക ഈ വർക്ക് ഡൺ ബൈ ഗ്യാസ് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹീറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഗ്യാസ് വരും. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്യാസ് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് യൂട്ടിലൈസ് നോക്കുക. ആദ്യം ഈ പിസ്റ്റൺ ഇവിടെയായിരുന്നു. ഇവിടെ നോക്കുക ഈ പിസ്റ്റൺ ഈ പിസ്റ്റൺ ഇവിടെയായിരുന്നു, എം മാസുള്ള പിസ്റ്റൺ. അത് ഈ ഹൈറ്റിലോട്ട് മൂവ് ചെയ്ത്, ഈ എം ഹൈറ്റിലോട്ട് മൂവ് ചെയ്ത്. കാരണം ഇത് എൽ നോട്ടിൽ നിന്ന് ഇത് എൽ ഹൈറ്റിലോട്ട് മൂവ് ചെയ്തു, L1 ഹൈറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ അതിൻ്റെ സ്പ്രിങ് ഇവിടെ വരും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത്രയും ഹൈറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഈ പിസ്റ്റണിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു, പിന്നെ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തു, പിന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്യാസ് ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്യാസ്, ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്യാസ് ഈസ് ഈക്വൽ ടു എന്തിനൊക്കെ യൂസ് ചെയ്തു. So do fourth, okay, work done by gas is equal to the expansion work done by gas plus the expansion work done by gas plus, okay, increase in the potential energy. കാരണം ഈ മാസ് എമ്മിൻ്റെ പൊട്ടൻഷ്യൽ increase in the potential energy of gas plus increase in the potential energy of piston M, increase in the potential energy of piston M വരും. പ്ലസ് പിന്നെ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വരും, പിന്നെ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വരും. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടെ വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ഗ്യാസ് ഈസ് ഈക്വൽ ടു എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ഗ്യാസ് ഈസ് ഈക്വൽ ടു എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ഗ്യാസ്. ഈ ഗ്യാസ് ഈ നോക്കുക ഇത്രയും വോളിയം എക്സ്പാൻഡ് ചെയ്തില്ല. അപ്പോൾ അതിന് ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ NRT ln, so V2 minus V1 വരും. NRT ln V2 minus V1, NRT ln V2 by V1. ഇപ്പോൾ V2 is equal, ഇവിടെ നോക്കി ഇവിടുത്തെ വോളിയം V2 is equal, so വോളിയം V2, ഇവിടുത്തെ വോളിയം V1, V2 എന്ന് എടുക്കുമ്പോൾ സോ വോളിയം V1 is equal to V1 എന്ന് പറയുമ്പോൾ സോ ഏരിയ ഇൻറ്റു ഇവിടുത്തെ ഏരിയ ഇൻറ്റു ഇതിൻ്റെ ഏരിയ ഇൻറ്റു L0 വരും, ഏരിയ ഇൻറ്റു L0, ആൻഡ് V2 is equal to ഏരിയ ഇൻറ്റു L1 വരും. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്യാസ് is equal to NRT ln V2 എന്ന് പറയുമ്പോൾ V2 is equal to ഏരിയ ഇൻറ്റു L1, ഇത് ഏരിയ ഇൻറ്റു L0 വരും. ദാറ്റ് ഈസ് equal to NRT ln L1 by L0 വരും. NRT ln, ഓക്കെ, L1 by L0 വരും. അപ്പോൾ അതാണ് എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ഗ്യാസ്. ഇൻക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് പിസ്റ്റൺ എടുക്കുമ്പോൾ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ്, increase in the potential energy of spring is equal to അത് M into G into, so M into G into ഇത്ര ഹൈറ്റിൽ M into G into H വരും. H എന്ന് പറയുമ്പോൾ ഇവിടെ M into G into അത് L1 minus L0 വരും. M into G into L1 minus L0 വരും. M into G into L1 minus L0, കാരണം ഇത്ര ഹൈറ്റിലോട്ട് പോവുക. കാരണം ഇവിടെ L0 ആയിരുന്നെങ്കിൽ ഈ പിസ്റ്റൺ L1 ഹൈറ്റിലോട്ട് പോവുകയാണ്. ഇനി വർക്ക് ഡൺ ടു, ഓക്കെ, സോ വർക്ക് ഡൺ ടു കംപ്രസർ സ്പ്രിങ്, ഓക്കെ, വർക്ക് ഡൺ ടു കംപ്രസർ സ്പ്രിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു, സോ വർക്ക് ഡൺ ടു കംപ്രസർ സ്പ്രിങ് എടുക്കുമ്പോൾ വർക്ക് ഡൺ ടു കംപ്രസർ സ്പ്രിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ് ആണ്. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ് വരും. അപ്പോൾ നോക്കുക അതെടുക്കുമ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, സോ എഫ് ഡി എക്സ്, ഓക്കെ, എഫ് ഡി എക്സ് എടുക്കുമ്പോൾ നെഗറ്റീവ് കെ എക്സ് ക്യൂബ് ഡി എക്സ് ഫ്രം L0 to L1 ആണ്. L0 to L1 നമ്മൾ കംപ്രസ് ചെയ്യണം. L1 to, ഓക്കെ, എക്സിൻ്റെ വാല്യൂ വേരിയിങ് ഫ്രം, ഓക്കെ, L0 to L1 ആണ്. ഇവിടെ നോക്കുക നമ്മൾ എടുക്കുമ്പോൾ സോ നെഗറ്റീവ് കെ ഇവിടെ എക്സ് ടു ദ പവർ 4/4 L0 to L1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് കെ ഇൻറ്റു സോ L1 to the power 4/L0 to the power 4/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് അകത്ത് എടുക്കുമ്പോൾ കെ ഇൻറ്റു L0 to the power 4 മൈനസ് L1 to the power 4/4 വരും. കാരണം ഇവിടെ നോക്കുക, കാരണം ഇത് ഈ വർക്ക് എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിങ് ബിക്കം പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ L0 അല്ലേ കൂടുതൽ, സോറി ഇവിടെ നെഗറ്റീവ്, കാരണം ഇവിടെ നെഗറ്റീവ് ഓഫ് സോറി ഇവിടെ മാറിപ്പോയി. നമ്മൾ നെഗറ്റീവ്, സോ കാരണം ഫോഴ്സ് എഫ് എടുക്കുമ്പോൾ സോ നെഗറ്റീവ്, കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്പ്രിങ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. സോ നെഗറ്റീവ് കെ എക്സ് ക്യൂബ് ഡി എക്സ് ആണ്. സോ നെഗറ്റീവ് ഓഫ്, കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, കാരണം സ്പ്രിങ് ഫോഴ്സ് ഇങ്ങോട്ടാണ് സ്പ്രിങ് ഫോഴ്സ്, ഓക്കെ,
നമ്മൾ ഇങ്ങോട്ടേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എക്സ് ഇങ്ങോട്ടേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് കെ എക്സ് ആണ്. സോ നെഗറ്റീവ് കെ എക്സ് ക്യൂബ് ആണ്. സോ സ്പ്രിംഗ് ഫോഴ്സ് നെഗറ്റീവ് കെ എക്സ് ക്യൂബ് ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഓഫ് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. നെഗറ്റീവ് ഓഫ് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. നെഗറ്റീവ് ഓഫ് സ്പ്രിംഗ് ഫോഴ്സ് പറയുമ്പോൾ നെഗറ്റീവ് കെ എക്സ് ക്യൂബ് വരും. നെഗറ്റീവ് കെ എക്സ് ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എക്സ് ക്യൂബ് വരും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ ഈ സ്പ്രിങ്ങിനെ കംപ്രഷൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നെഗറ്റീവ് ഓഫ് സ്പ്രിംഗ് ഫോഴ്സ് വരും. അപ്പോൾ ഇത് കെ എക്സ് ക്യൂബ് ഡി എക്സ്. അപ്പോൾ ഇത് L0 to L1 വരും. ഇത് കെ ഇൻറ്റു എക്സ് ടു ദ പവർ 4/4 വരും. അപ്പോൾ k/4 ഇൻറ്റു, അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ഇത് L0 to L1 വരും. L14 to L04 വരും. സോ ദിസ് ഈസ് k/4 ഇൻറ്റു L1 to the power 4 minus L0 to the power 4 വരും. ഇവിടെ നോക്കുക, അപ്പോൾ മൊത്തത്തോടെ വർക്ക് മൊത്തത്തോടെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് വർക്ക് ഡൺ ബൈ, സോ മൊത്തത്തോടെ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ നെറ്റ് വർക്ക് ഡൺ. സോ ക്യൂ ഗിവൺ ഈസ് ഈക്വൽ ടു, സോ നെറ്റ് വർക്ക് ഡൺ ആണ്. ഹീറ്റ് ഗിവൺ ബൈ ദ ഫിലമെൻറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു nRT ln L1 by L0 plus mg into L1 minus L0 plus k/4 into L1 to the power 4 minus L0 to the power 4 വരും. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ ഇപ്പോൾ nRT L1 by L2 mg L1 by L0 mg L1 minus L0 and k/4 into L1 to the power 4 minus L0 to the power 4. സോ ഓപ്ഷൻ 3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 36 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 36 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. എ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ എ കണ്ടെയ്നർ ഹാവിംഗ് എ വാൾസ് വിച്ച് ആർ തെർമലി നോൺ കണ്ടക്റ്റീവ്. ഇനിഷ്യലി നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ സോ നോൺ കണ്ടക്റ്റിംഗ് എന്ന് പറയുമ്പോൾ സോ Q is 0 ആണ്. Q is equal to 0. അപ്പോൾ ഇതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഇനിഷ്യലി ദ ഗ്യാസ് ഹാസ് എ വോളിയം ഓഫ് 800 centimeter cube and a temperature 27 degrees Celsius. The change in temperature when the gas adiabatically compressed to 200 centimeter cube. Okay, so take gamma is equal to 1.5. Gamma is ratio of the heat at constant pressure and constant volume. ഇവിടെ നോക്കുക, നമ്മളിവിടെ എടുക്കുമ്പോൾ ഇവിടെ നോക്കുക, TV to the power gamma minus 1 is a constant ആണ്. Adiabatic process ആകുമ്പോൾ TV to the power gamma minus 1 is a constant. അപ്പോൾ T1 V1 to the power gamma minus 1 is equal to T2 V2 to the power gamma minus 1 വരും. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇനിഷ്യൽ T1 is equal to T1 27 ഡിഗ്രി എന്ന് പറയുമ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലോട്ട് മാറ്റണം. 273 plus 27 300 കെൽവിൻ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. സോ 300 ഇൻറ്റു V1 800 1.5 minus 1 T2 200 to the power 1.5 വരും. നോക്കുക, ഇപ്പോൾ T2 is equal to so 300 into 800 by 200 to the power 1.5. so 300 into so 2 into 3 by 2 വരും. സോറി ഇവിടെ 4 അല്ലേ, ഇവിടെ 4 വരും. 4 into 3 by 2 that is equal to 300 into 2 to the power 3 300 into 8 വരും. that is equal to 300 into 8 അല്ലേ. ഇവിടെ നോക്കുക 300 ഓക്കെ 300 ടെമ്പറേച്ചർ സോറി ഇവിടെ മാറിപ്പോയി. ഗാമ മൈനസ് 1 എന്ന് പറയുമ്പോൾ 0.5 അല്ലേ. സോറി ഇവിടെ മാറിപ്പോയി സോറി ഗാമ മൈനസ് 1 അല്ല. അപ്പോൾ 1.5 മൈനസ് 1 ആണ്. അപ്പോൾ 1.5 മൈനസ് 1 ഇവിടെ 1.5 മൈനസ് 1 വരും. അപ്പോൾ T2 is equal to so 300 into 800 to the power 1/2. 0.5 എന്ന് പറയുമ്പോൾ 1/2 വരും. by 200 to the power 1/2 വരും. 300 into ഓക്കെ. സോ ഇവിടെ 4 to the power 1/2. അപ്പോൾ 300 into 2 വരും. 300 into 2 എന്ന് പറയുമ്പോൾ അത് 600 കെൽവിൻ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 600 കെൽവിൻ. അപ്പോൾ 600 കെൽവിൻ. അപ്പോൾ T2 ഓക്കെ T1 ഈസ് ഈക്വൽ ടു 300 കെൽവിൻ ആൻഡ് T2 ഈസ് ഈക്വൽ ടു 600 കെൽവിൻ വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് എടുക്കുമ്പോൾ the change in temperature delta T is equal to delta T. so delta T is equal to 600 minus 300 that is equal to 300 Kelvin വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 300 Kelvin ഓപ്ഷൻ 4.
Question number 37 and the answer option 4 വരും. Next question number 38. Okay. So match list 1 and 2 എടുക്കുമ്പോൾ ഇതൊരു ന്യൂക്ലിയർ ഫിഷൻ ആണ്. അതായത് ഇതൊരു ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ വരും. ഇതൊരു ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നോക്കി 2 ഡ്യൂട്ടീരിയം ഫോം ചെയ്തിട്ട് ഒരു ഹീലിയം ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഹെവിയർ മാസ്. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഡ്യൂട്ടീരിയം ഹീലിയം ഫോം ചെയ്യുമ്പോൾ ഇതൊരു ഫ്യൂഷൻ വിത്ത് എ പോസിറ്റീവ് അല്ല. കാരണം ഇത് NCERT നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊരു NCERT നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയാൽ മതി, ഇതൊരു NCERTയിലുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഇത് നെഗറ്റീവാണ്. കാരണം ഇത് ഒരു പ്രോട്ടോണും ട്രിഷ്യം കൂടെ ചേരുമ്പോൾ നമുക്ക് 2 ഡ്യൂട്ടീരിയം വരുന്നു. അതൊരു ഫ്യൂഷൻ വിത്ത് എ നെഗറ്റീവ് ക്യൂ വാല്യൂ. അപ്പോൾ നോക്കുക, ഫിഷൻ ആൻഡ് അതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവാണ്. അതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവാണ്. അതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവ് വരുന്നത്. ഈ കേസിൽ ഇതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവാണ് വരുന്നത്. കാരണം അതായത് ഡ്യൂട്ടീരിയം ട്രിഷ്യം ചേർന്നിട്ട് ഇവിടെ പ്രോട്ടോണും ട്രിഷ്യം ചേർന്നിട്ട് ഒരു 2 ഡ്യൂട്ടീരിയം വരുന്നത്. അതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവാണ്. ഇതിൻ്റെ ക്യൂ വാല്യൂ നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അത് NCERTയിലുള്ള കേസാണ്. NCERTയിൽ അതുള്ള കേസാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 823 and B21 and C22 വരും. C22 and B24 ഓപ്ഷൻ 2 ആണ്. അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 38. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. Okay, next question number 39. The electrostatic potential on the surface of a uniformly charged spherical shell of radius R is equal to 10 centimeters, 120 volt. The potential at the center of shell at a distance, okay, at a distance 1.5 centimeter from the center of the shell respectively R. Okay, the potential at the center of shell at a distance 5 centimeter from the center and at a distance 15 centimeter from the center of shell respectively R. അപ്പോൾ നോക്കുക, അതിൻ്റെ സർഫസിലെ അതിൻ്റെ ഷെൽ ഓഫ് റേഡിയസ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് R is equal to 10 സെൻറ്റിമീറ്റർ. അപ്പോൾ V at surface. ഓക്കെ, V at surface. ഓക്കെ, ക്യാപിറ്റൽ R is equal to, V at surface. ഓക്കെ, V at surface is equal to V at surface. അത് എത്രയാണ്? V at surface is equal to 120 volt ആണ്. 120 volt. That is equal to KQ by R. That is equal to KQ by 10 is equal to 120 volt ആണ്. 120 volt ആണ്. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് V at the center. ഓക്കെ, V at the center. ഓക്കെ, ത്രൂ ഔട്ട് ദിസ് വോളിയം, ദിസ് വോളിയം എൻ്റയർ വോളിയം. എൻ്റയർ വോളിയം ഈസ് ഈ എൻ്റയർ വോളിയം EQ പൊട്ടൻഷ്യൽ ആണ്. എൻ്റയർ വോളിയം ഈസ് EQ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ V ഇൻസൈഡ് ദ ഷെൽ 120 ആണ്. അപ്പോൾ V ഇൻസൈഡ് ദ ഷെൽ, V ഇൻസൈഡ് ദ ഷെൽ ഈസ് ഈക്വൽ ടു V at സർഫസ് തന്നെയാണ്. V at surface, that is equal to 120 volt വരും. So V inside the shell, that is equal to V at the surface, that is equal to 120 volt വരും. അപ്പോൾ V at center is equal to V at center and V at R is equal to 5. അപ്പോൾ 5 centimeter എന്ന് പറയുമ്പോൾ that is inside the shell ആണ്. That is equal to V at surface തന്നെയാണ്. And that is equal to, അത് 120 volt ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം സെൻറ്ററിലും 5 സെൻറ്റിമീറ്ററിലും അത് 120 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. ഇനി നമുക്ക് മറ്റേ 15 സെൻറ്റിമീറ്ററിലെ വാല്യൂ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കാം, 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് പുറത്താണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് പുറത്താണ്. അപ്പോൾ അത് 15 സെൻറ്റിമീറ്റർ പുറത്താണ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ, അപ്പോൾ അത് KQ by 15 വരും. KQ by R വരും. KQ by R, അത് V ഡാഷ് കണ്ടുപിടിക്കണം. നമുക്കറിയാം KQ by 10 is equal to 120 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് KQ is equal to 120 into 10 വരും. അപ്പോൾ നമുക്ക് V at, ഓക്കെ, V at R is equal to 15 എടുക്കുമ്പോൾ KQ by R, KQ by 15 വരും. KQ എന്ന് പറയുമ്പോൾ 120 into 10 by 15, 120 into 2 by 3 വരും. 40 into 2, അത് 80 വോൾട്ട് വരും. അപ്പോൾ V at this point, ഓക്കെ, at a distance R is equal to 15 centimeter from the center എടുക്കുമ്പോൾ അത് 80 വോൾട്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 39, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. The work function of a metal is 3 electron volt. The color of the visible light that required to cause emission of photoelectron. അപ്പോൾ നോക്കുക, വർക്ക് ഫംഗ്ഷൻ ഒക്കെ 5 naught is equal to 3 electron volt.
അപ്പോൾ നമുക്കിതിൻ്റെ സോ hc/λ നോട്ട് ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ദാറ്റ് മീൻസ് ലാംഡ നോട്ട് ഈസ് ഈക്വൽ ടു hc/വർക്ക് ഫംഗ്ഷൻ വരും. അപ്പോൾ hcയുടെ വാല്യൂ സോ ലാംഡ നോട്ട് ഈസ് ഈക്വൽ ടു hc എന്ന് പറയുമ്പോൾ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ വരും ബൈ വർക്ക് ഫംഗ്ഷൻ 3 ആണ്. ഇപ്പോൾ ഇവിടെ നോക്ക് ഇത് എടുക്കുമ്പോൾ ഇവിടെ 4110 വരുമ്പോൾ 413 നാനോമീറ്റർ വരും. ഇത് 413 നാനോമീറ്റർ 413. അപ്പോൾ 413 എന്ന് പറയുമ്പോൾ അത് ബ്ലൂവിന് അടുത്തല്ലേ. 413 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് വരുന്നത്. ഈ വാല്യൂ എന്ന് പറയുമ്പോൾ സോ 1240/3 എന്ന് പറയുമ്പോൾ ഇത് 400 അടുത്ത് വരില്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് വിസിബിൾ ലൈറ്റ് ആണ്. അപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ അത് ബ്ലൂവിന് അടുത്താണ്. ഇത് കുറച്ചുകൂടെ ബ്ലൂവിന് അടുത്താണ്. അപ്പോൾ 413 എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ബ്ലൂവിന് അടുത്ത് വരും. അപ്പോൾ ബ്ലൂവിന് അടുത്താണ്. ഓക്കെ, ബ്ലൂ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ റെഡ് വയലറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, വയലറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബ്ലൂ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 40 ഓപ്ഷൻ 2. അപ്പോൾ വയലറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ വിബ്ജിയോർ എടുത്താൽ മതി. അപ്പോൾ വിബ്ജിയോർ എടുക്കുമ്പോൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ. അപ്പോൾ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഇതെടുക്കുമ്പോൾ 400 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഈ വേവ് ലെങ്ത് കുറഞ്ഞതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടിയത്. അപ്പോൾ ബ്ലൂ സൈഡാണ്. ഓക്കെ, അപ്പോൾ ദ കളർ ഓഫ് ദ വിസിബിൾ ലൈറ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു കോസ് എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് അത് ബ്ലൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ബ്ലൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 40 ഓപ്ഷൻ 2 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. The particle is released from a height s above the surface of Earth. At a certain height, its kinetic energy is 3 times the potential energy. Potential energy ആണ് the height from the surface of the Earth and the speed of the particle at that instant are respectively. അപ്പോൾ ഇതൊരു പാർട്ടിക്കിൾ എസ് ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പോൾ എസ് ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി, അപ്പോൾ ഈ പോയിന്റിൽ അതിൻ്റെ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു m × g × s ആണ്. കാരണം ഇവിടുത്തെ കൈനറ്റിക് എനർജി 0 ആണ്. കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു അത് mgs ആണ്. mg × s വരും. m × g × s വരും. ഇപ്പോൾ ഏതൊരു ഹൈറ്റ് എത്തി ഈ ഒരു ഹൈറ്റ് ഹെച്ചിലെത്തി. ഈ ഹൈറ്റ് ഹെച്ചിലെത്തിയപ്പോൾ നോക്കാം, ഈ ഹൈറ്റ് എത്തിയപ്പോൾ സോ അറ്റ് ഹൈറ്റ് ഹെച്ചിലെത്തിയപ്പോൾ അറ്റ് എ സെർട്ടൺ ഹൈറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് 3 times പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3 times പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ നോക്കുക, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ഞാൻ mgh എന്ന് കൊടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3 times mgh വരും. 3 times mgh. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടോട്ടൽ എനർജി എങ്ങനെ എഴുതാം? അത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് mgh പ്ലസ് 3 mgh ദാറ്റ് ഈസ് ഈക്വൽ ടു 4 mgh വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു mgs ആണ്. 4 mgh ഈസ് ഈക്വൽ ടു m × g × s വരും. അപ്പോൾ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു s/4 ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു s/4 വരും. അപ്പോൾ നമുക്ക് s/4. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ 1 × 2 എലിമിനേറ്റ് ചെയ്യാം. ഇനി ആ പോയിന്റിൽ ഇതിൻ്റെ സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3 mgh ആണ്. 3 × m × g × height h ഈസ് ഈക്വൽ ടു s/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv² ഈസ് ഈക്വൽ ടു 3 mg s/4 വരും. അപ്പോൾ v² ഈസ് ഈക്വൽ ടു v² ഈസ് ഈക്വൽ ടു 3gs/2 വരും. 3gs/2 ദാറ്റ് മീൻസ് v ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3gs/2 വരും. സോ v ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3gs/2 വരും. ഓപ്ഷൻ 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. A person measures 3 different particles as ഇവിടെ നോക്കുക, ഇവിടെ 435.42 and മറ്റേത് 226.3 so 226.3 and 0.125 gram. According to the rules for arithmetic operation with the significant figures, the additions of the masses of 3 particles will be. ഇവിടെ നോക്കുക,
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 5 അല്ലേ, ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 4 അല്ലേ. അപ്പോൾ ഫൈനലിൽ 4 വരാമുള്ളൂ, ഇവിടെ നോക്കുക 4 വരുന്ന ഓപ്ഷൻ 3 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 5, രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 4 4. അപ്പോൾ ഫൈനൽ ആൻസറിൽ നമുക്ക് വരാവുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഫൈനൽ ആൻസറിൽ വരാവുന്ന 4 വരാമുള്ളൂ. ഇവിടെ 4 വരുന്ന ഈ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, ഈ 4 വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നേരെ തന്നെ ചെയ്യാം, കാരണം വേറെ ഒരു ഇതിലും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ അങ്ങനെയാണ്. ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണുള്ളത് അതാണ് എടുക്കേണ്ടത്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4. അപ്പോൾ നമുക്ക് 4 എടുക്കാമുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ 661.8 വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വാല്യൂ കിട്ടും. നോക്കുക 435.42 226.3 പ്ലസ് 0.0125. പിന്നെ ആൻസർ വരുമ്പോൾ ഇവിടെ നോക്കുക 661.7325 വരും. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 0.8 ആയിട്ട് എടുക്കും, ഇത് റൗണ്ട് ഓഫ് ചെയ്ത് നമ്മൾ 0.8 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് വരുന്നത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരാമുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, next question number 43. The radius of curvature for a thin convex lens are 10 cm and 15 cm respectively. The focal length of the lens is 12 cm. The refractive index of the lens material. ഇവിടെ നോക്കുക, അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ 1 by f is equal to mu minus 1 into 1 by r1 minus 1 by r2 വരും. അപ്പോൾ ഒരു r2 നെഗറ്റീവായിട്ട് വരും. ഇത് EQ കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ r2, r1, r1ൻ്റെ വാല്യൂ, കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ r1ൻ്റെ വാല്യൂ 10 cm ആണെങ്കിൽ r2ൻ്റെ വാല്യൂ നെഗറ്റീവ് 15 cm വരും. അപ്പോൾ 1 by f 1/12 ആണ്. mu minus 1 into 1/10 minus 1/15 വരും. 1/12 is equal to mu minus 1 into 1/10 plus 1/15 വരും. And 1/12 is equal to 1/12 is equal to mu minus 1 ഇവിടെ 30 വരും, 30 3 plus 2 വരും, 3 plus 2 വരും. ഇവിടെ നോക്കുക, 1/12 is equal to 1/12 is equal to mu minus 1 5/30 വരും, that is equal to 1/6 ആണ്. 1/12 is equal to mu minus 1 into 1/6 വരും. ഇവിടെ നോക്കുക, mu minus 1 is equal to 6/12 വരും, that is equal to 1/2, and mu is equal to 1 plus 1/2, 1.5 വരും. mu is equal to 1.5, option 3 വരും. mu is equal to 1.5, option 3, mu is equal to 1.5, okay, option 3 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 43, ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. The angular projection of a particle is measured from the vertical axis as phi and the maximum height reached by the particle is hm. Here hm as a function of phi can be represented as. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ സാധാരണ എടുക്കുമ്പോൾ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ആംഗിൾ എടുക്കുന്നത്, ഇവിടെ നിന്നുള്ള ആംഗിൾ തീരെ എടുക്കും. അപ്പോൾ മാക്സിമം ഹൈറ്റ് h max is equal to, ഇവിടെ h max is equal നമുക്ക് എഴുതാം u square sin square theta by 2g എന്ന് എഴുതാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഈ ആംഗിളാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ ഫൈ, ഈ ആംഗിളാണ് ഫൈ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ തീറ്റ നമുക്ക് എഴുതാം. തീറ്റ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 90 ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് 5 ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് 5. അപ്പോൾ മാക്സിമം ഹൈറ്റ് h max ഈസ് ഈക്വൽ ടു, h max എന്ന് പറയുമ്പോൾ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 90 മൈനസ് 5 വരും, 90 മൈനസ് 5/2g വരും. ദിസ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ കോസ് സ്ക്വയർ, ദിസ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ കോസ് സ്ക്വയർ 5/2g വരും, u സ്ക്വയർ കോസ് സ്ക്വയർ 5g. അവിടെ നോക്കി, ഇവിടെ h max when phi is equal to 0, h is equal to h max ഫുള്ളാണ്, h max ആണ്. when phi is equal to 90, h max is equal to 0 വരും. സോറി, when phi is equal to 0, h max is equal to h maxൻ്റെ വാല്യൂ that is equal to അത് u സ്ക്വയർ ബൈ 2g വരും. അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്, ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്, മാക്സിമം വാല്യൂ. അപ്പോൾ നോക്കുക, തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ ഈസ് ഈക്വൽ ടു 0, h ഈസ് ഈക്വൽ ടു h max മാക്സിമം ആണ്, h maxൻ്റെ വാല്യൂ മാക്സിമം ആണ്, hm വിൽ ബി മാക്സിമം. പിന്നെ തീറ്റ 0 വരുമ്പോൾ
ഇൻ തീറ്റ ഇസ് ഇക്വൽ ടു 0, തീറ്റ ഇസ് ഇക്വൽ ടു 90 ഡിഗ്രി വരുമ്പോൾ എച്ച് എമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നോക്കുക, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോക്കാം, അതായത് 0 ഡിഗ്രിയിൽ മാക്സിമം ആയിരിക്കും, പിന്നെ 90 ഡിഗ്രിയിൽ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് വരുന്നത്. അതായത് തീറ്റ 0 ഡിഗ്രിയിൽ ഇവിടെ തീറ്റ, ഇവിടെ ആംഗിൾ തീറ്റ, ഇവിടെ ആംഗിൾ തീറ്റ വരും, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 0 ഡിഗ്രി വരും, ഇവിടെ എച്ച് എം വരും, എച്ച് എം അതിങ്ങനെ കുറഞ്ഞ് 0 വരും. അപ്പോൾ എച്ച് എമ്മിൻ്റെ ഗ്രാഫ് ഇങ്ങനെ 0 ഡിഗ്രിയിൽ മാക്സിമം, പിന്നെ കുറഞ്ഞ് 0 എത്തും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3. സോ ക്വസ്റ്റ്യൻ നമ്പർ 44, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. Consider the following statement for refraction of a light through prism when angle of deviation is minimum. Okay. ഇപ്പോൾ ഡെൽറ്റ മിനിമം വരുമ്പോൾ വെൻ ഡെൽറ്റ ഇസ് മിനിമം വരുമ്പോൾ നമുക്കറിയാം. ഈ റേ ഇൻസൈഡ് ദ പ്രിസം വിൽ ബി പാരലൽ ടു ബേസ് ആയിരിക്കും. റേ ഇൻസൈഡ് ദ പ്രിസം വിൽ ബി പാരലൽ ടു ബേസ്. ഇപ്പോൾ റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് ദ പ്രിസം ബിക്കം പാരലൽ ടു ബേസ്, അത് കറക്റ്റാണ്. ലാർജ് ആംഗിൾ പ്രിസം പ്രൊവൈഡ് സ്മോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, അത് കറക്റ്റ് അല്ല. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡെൽറ്റ മിനിമം ബൈ 2 ബൈ സൈൻ എ ബൈ 2. നമുക്ക് ഇതിൻ്റെ റിലേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റ് ആണ്. റിലേഷൻ നമുക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് റിലേഷൻ ആണ്. പക്ഷേ ഈ ആംഗിൾ കൂടുന്നതനുസരിച്ച് ഈ ഡീവിയേഷൻ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n കൂടുന്നതനുസരിച്ച് ഡീവിയേഷൻ കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് ഡീവിയേഷൻ കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് ഡീവിയേഷൻ കൂടുതലായിരിക്കും. അല്ല എ കൂടുന്നതനുസരിച്ച് ഡീവിയേഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ ലാർജ് ആംഗിൾ പ്രിസം പ്രൊവൈഡ് സ്മോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, അത് റോങ് ആണ്. ലാർജ് ആംഗിൾ പ്രിസം ആകുമ്പോൾ ഡീവിയേഷൻ കൂടുതലായിരിക്കും. ആൻഡ് ഡെൽറ്റ മിനിമം വരുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അറ്റ് ഡെൽറ്റ മിനിമം വെൻ മിനിമം ഡീവിയേഷൻ ഐ ഈസ് ഈക്വൽ ടു ഇ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്, അത് കറക്റ്റ് ആണ്. There are always two sets of angle of incidence for which the deviation will be the same except at minimum deviation setting. ഓക്കെ, അതും കറക്റ്റാണ്. നമ്മുടെ അതിൻ്റെ ഡീവിയേഷൻ മിനിമത്തിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഈ ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ ഇത് ഡെൽറ്റ മിനിമം വരുമ്പോൾ, ഇപ്പോൾ ഡെൽറ്റ മിനിമത്തിൻ്റെ കേസിൽ ഇവിടെ നോക്കുക, ഡെൽറ്റ മിനിമത്തിൻ്റെ കേസിൽ ഇവിടെ നമ്മുടെ ആംഗിൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഡെൽറ്റ മിനിമം വരും. ഡെൽറ്റ മിനിമത്തിൻ്റെ കേസിൽ ഐ ഇ സെയിം ആയിരിക്കും. ബാക്കി ഏത് കേസ് എടുത്താലും നമ്മളിവിടെ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ആംഗിൾ, അതായത് ഇവിടെ ഐ ആണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് അത് ഇ ആയിരിക്കും. ഇതിവിടെ ഐ ആണെങ്കിൽ ഇവിടെ ഇ വരും, ഇവിടെ ഐ ആണെങ്കിൽ ഇവിടെ ഇ വരും. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ ആംഗിളിൽ വിടുവാണെങ്കിൽ ഇവിടെ ഐ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഐ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇ വരും. ഈ ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ എമർജൻറ്റ് ആംഗിൾ ഇ ആയിരിക്കും. ഈ ആംഗിൾ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ എമർജൻറ്റ് ആംഗിൾ ഇവിടെ ഇ ആയിരിക്കും. അപ്പോൾ there are always two sets of angle of incidence for which the deviation will be the same except at the minimum deviation setting, അതും കറക്റ്റാണ്. ആംഗിൾ ഓഫ് ഫ്രാക്ഷൻ ബിക്കം ഡബിൾ ഓഫ് പ്രിസം ആംഗിൾ, അത് റോങ് ആണ്. കാരണം 2r, മിനിമം ഡീവിയേഷൻ വരുമ്പോൾ ഡെൽറ്റ മിനിമം വരുമ്പോൾ 2r ഈസ് ഈക്വൽ ടു എ ആണ്. കാരണം ഡെൽറ്റ മിനിമം വരുമ്പോൾ r1 ഈസ് ഈക്വൽ ടു r2 ആൻഡ് r1 പ്ലസ് r2 ഈസ് ഈക്വൽ ടു എ ആണ്. ദാറ്റ് മീൻസ് 2r ഈസ് ഈക്വൽ ടു എ വരും. 2r ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രാക്ഷൻ ബിക്കം ഡബിൾ ആംഗിൾ ഓഫ് പ്രിസം അല്ല. ആംഗിൾ ഓഫ് ഫ്രാക്ഷൻ r ബിക്കം a ബൈ 2 ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ r ബിക്കം a ബൈ 2 വരും. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട്, അപ്പോൾ ഈ റോങ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻ എ സി ഡി വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സി ഡി ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 45, അതിൻ്റെ ആൻസർ 1 അല്ലേ, 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. So 3 identical spheres of mass m are placed at the vertices of an equilateral triangle of length a. When released, they interact only through gravitational force and collide after a time t is equal to 4 seconds. When the sides of the triangle increase to 2a and also mass of the sphere are made 2m, so then they will collide after. So how many seconds? Okay, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കിത് നമ്മൾ നോർമൽ മെത്തേഡ് വെച്ച് ചെയ്യാൻ ഇത്തിരി പാടാം. നോർമൽ മെത്തേഡ് വെച്ച് വേണമെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ മാസ് തുടക്കത്തിൽ കുറച്ചുകൂടി ചെറുതാക്കിയത്, ഇവിടെ മാസ് എം. ഓക്കെ, ഇവർ 3 പേരും കൊള്ളൈഡ് ചെയ്യുന്നത് ഈ പോയിന്റിൽ വെച്ചിട്ടായിരിക്കും. ഇവരുടെ ഡിസ്റ്റൻസ് ഇതിൻ്റെ സൈഡ് എ എന്ന് എടുക്കാം, സൈഡ് എ. ഈ ഡിസ്റ്റൻസ് ഞാൻ ഡി എന്ന് വല്ലതും എടുക്കാം. ഇവരുടെ ഇത് കൊള്ളൈഡ് എടുക്കുന്ന ടൈം ടി ഈസ് ഈക്വൽ ടു, ടൈം ടി ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ
ഡി ഡിവൈഡ് ബൈ ഇവരൊരു സ്പീഡ് വരും, ഇവരൊരു വി ആവറേജ് വരും, ഡി ഡിവൈഡ് ബൈ ഇവരൊരു വി ആവറേജ് വരും. ഡി ഡിവൈഡ് ബൈ ഇവരൊരു വി ആവറേജ് എടുക്കാം. ഈ വി ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വി ആവറേജ് പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ ഒരു വി ആവറേജ് എടുക്കുമ്പോൾ കാരണം ഇതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സിലല്ല പോണത്. ഇപ്പോൾ വി ആവറേജ് എടുക്കുമ്പോൾ സോ ഒരു ആവറേജ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ കാരണം ഇതിങ്ങനെ ആ തുടക്കത്തിൽ ഫോഴ്സ് കുറവായിരിക്കും, പിന്നെ ഇത് അടുത്തടുത്ത് വരുന്നവരും കാരണം ഇവർ മൂന്ന് വരും, കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും. കാരണം ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഈ പാർട്ടിൽ ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇവർ നോക്കുമ്പോൾ ഇവർ ഓരോ പോയിന്റ് കഴിയുമ്പോൾ ഇവരുടെ ആക്സലേഷൻ കൂടി വരും. ഇപ്പോൾ വി ആവറേജ് പ്രൊപ്പോർഷണൽ നമുക്കറിയാം, വി ആവറേജ് ഇവരുടെ പ്രൊപ്പോർഷണൽ ഇവരുടെ ഫോഴ്സിന് കാരണം വി ആവറേജ് പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ ആയിരിക്കും, ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ തുടക്കത്തിൽ നോക്കുക, തുടക്കത്തിൽ ഇവരുടെ മാസ് ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവരുടെ മാസ് എ ആണ്. അപ്പോൾ ഇവരുടെ ഫോഴ്സ് കാരണം വി ആവറേജ് ഞാൻ പ്രൊപ്പോർഷണൽ ടു ഞാൻ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഫോഴ്സ് ആൻഡ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു നോക്കുക ഇവരുടെ മാസ് ഉണ്ട്, ഇവരുടെ രണ്ട് ഫോഴ്സ് രണ്ട് ബോഡികൾ തമ്മിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാസ് M1 M2 വരും, M1 M2 ബൈ ഇപ്പോൾ തുടക്കത്തിൽ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എ സ്ക്വയർ ആണ്, എ സ്ക്വയർ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു സോ ഡി ഡിവൈഡ് ബൈ സോ ടൈം ടി പ്രൊപ്പോർഷണൽ ടു ഇവിടുത്തെ ഡി ബൈ സോ ഇവിടുത്തെ മാസ് M1 M2 ബൈ ഡിസ്റ്റൻസ് എ സ്ക്വയർ വരും. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കുക, അപ്പോൾ ഇവിടെ ടി പ്രൊപ്പോർഷണൽ ടു ഡി ഡിവൈഡ് ബൈ M1 M2 ഇൻറ്റു എ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ ഒരു എംപിറിക്കൽ റിലേഷൻ കിട്ടി, കാരണം ഇത് പ്രൊപ്പോർഷണൽ ടു ഡി ആണ്, ടൈം ടി ഈസ് ഈക്വൽ ടു ഡി ബൈ വി ആവറേജ്. അപ്പോൾ വി ആവറേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ എന്ന് എടുക്കാം, വി ആവറേജ് പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ വരും, ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണ്. അപ്പോൾ വി ആവറേജ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു M1 M2 ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ടി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എ സ്ക്വയർ ബൈ M1 M2 എന്ന് വരും. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് if the sides of the triangle are increased to length 2a and also mass of the spheres are made 2m, then they will collide after so how many seconds വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി, ഇവിടെ 2m ആണ്, ഇവിടെയും 2m ആണ്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് അല്ല ഇത് 2d ആയിരിക്കും, ഇവിടുത്തെ ഡിസ്റ്റൻസ് 2d ആയിരിക്കും, ആദ്യത്തേക്കാളും ഇവിടുത്തെ സൈഡ് കൂടിയില്ലേ 2d ആയിരിക്കും. ഇപ്പോഴത്തെ ടൈം ടി ഡാഷ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2d ഡിവൈഡ് ബൈ ഇവിടെ M1 M2 സ്ഥാനത്ത് ഇവിടെ 2M1 2M2 വരും, ആൻഡ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ബിക്കം 2a ആയി, കാരണം നേരത്തെ ഡബിളാണ്. അപ്പോൾ ഓരോ ടൈം എടുക്കുമ്പോൾ ഇവരെ നമ്മളെ ഡിസ്റ്റൻസ് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 2a സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എടുക്കുമ്പോൾ സോ ടി ഡാഷ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു ഇവിടെ 2d, ഇവിടെ നോക്കി ഇവിടെ 2 സോ d ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഇവിടെ 8 വരും, ഇവിടെ 4M1 M2 വരും, 4M1 M2. അപ്പോൾ ഇവിടെ ടി ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു 2 ഇൻറ്റു ഡി എ സ്ക്വയർ ബൈ M1 M2 വരും. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ സോ ടി ഓക്കെ ആദ്യത്തെ കേസിൽ ടി പ്രൊപ്പോർഷണൽ ടു ഡി എ സ്ക്വയർ ബൈ M1 M2, രണ്ടാമത്തെ കേസിൽ ടി ഡാഷ് പ്രൊപ്പോർഷണൽ ടു 2 ഇൻറ്റു ഡി എ സ്ക്വയർ ബൈ M1 M2 വരും. അപ്പോൾ നോക്കുക, അപ്പോൾ ഇവിടെ ഡബിൾ ആയില്ല, അപ്പോൾ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടി വരും. അപ്പോൾ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടി, അല്ലെങ്കിൽ ഞാനിത് ഡിവൈഡ് ചെയ്യുമ്പോൾ സോ ടി ബൈ ടി ഡാഷ് ഈസ് ഈക്വൽ ടു ടി ബൈ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 1/2 വരും, ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2t വരും. അപ്പോൾ 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. ഇതൊരു മെത്തേഡ് ഉണ്ട്. ഇതെങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡയമെൻഷൻ അനാലിസിസ് ഞാൻ എങ്ങനെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ രണ്ട് ബോഡീസ്, കാരണം ഇവർ മീറ്റ് ചെയ്യുന്ന ഇവരെ സെൻട്രോയിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രോയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡി എടുത്തു. അപ്പോൾ ഡി ബൈ വി ആവറേജ് ആയിരിക്കും ടൈം. അപ്പോൾ വി ആവറേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ആക്സലേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ആക്സലേഷൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ മാസ്. ഓക്കെ, സോ ആക്സലേഷൻ പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് പറയുമ്പോൾ M1 M2, സോ M1 M2 ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ തുടക്കത്തിൽ M1 M2 ആദ്യത്തെ സ്പീഡ് a സ്ക്വയർ ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് വരുമ്പോൾ നോക്കുക, ഇവരുടെ മാസ് ഡബിളായി. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഇതിൽ ഡബിളാക്കിയപ്പോൾ ഈ ഡിസ്റ്റൻസ് 2d വരും. ഇപ്പോൾ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2a ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ പോലെ അല്ല, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിളായി. അപ്പോൾ ഇവിടെ 2a ഓൾ സ്ക്വയർ വരും, ഇവിടെ 2M1 M2 വരും, ഇനി ഇവിടെ 2d വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇനി അതല്ലാതെ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ടി പ്രൊപ്പോർഷണൽ ടു ഇപ്പോൾ മാസ് ടു ദ പവർ എക്സ് ആൻഡ് ജി ടു ദ പവർ. ഇവിടെ ഏതൊക്കെ ക്വാണ്ടിറ്റി ഉണ്ട്, ഇവിടെ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഇതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ജീനെ ഡിപ്പെൻഡ് ചെയ്യും,
കോൺസ്റ്റൻറ്റ് ജീനെ ഡിപ്പെൻഡ് ചെയ്യും g to the power y ആൻഡ് ഡിസ്റ്റൻസ് ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് a to the power z വരും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കാരണം ഈ ക്വാണ്ടിറ്റി ഈ ടൈം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് പാർട്ടിക്കിൾ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ആൻഡ് a സ്ക്വയർ വരും. സോറി a to the power z വരും. സ്ക്വയർ അല്ല, a to the power z വരും. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം? അപ്പോൾ t is equal to some constant into so m to the power x ഇവിടെ എടുക്കുമ്പോൾ m to the power -1 L cube t power -2 to the power y and ഇവിടെ a to the power അപ്പോൾ ഡിസ്റ്റൻസ് ടു ദ പവർ z വരും. ഇവിടെ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോ t m to the power 0 L to the power 0 t to the power 0 is equal to m to the power x minus y and L to the power 3y plus z and t power -2y വരും. സോ t power -2y വരും. t power -2y ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ m to the power അപ്പോൾ x minus y is equal to 0 x minus y is equal to 0 വരും. അപ്പോൾ x is equal to y ആണ്. x is equal to y ആൻഡ് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ടൈം ടു ദ പവർ 1 അല്ലേ, t to the power 1 ആണ്. ആൻഡ് നമ്മളിവിടെ എടുക്കുമ്പോൾ സോ t to the power t to the power -2y is equal to 1 വരും. അപ്പോൾ y is equal to -1/2. വൈയുടെ വാല്യൂ -1/2 ആണ്. അപ്പോൾ x is equal to സോ -1/2. എക്സിൻ്റെ വാല്യൂ -1/2 ആണ്. എക്സിൻ്റെ വാല്യൂ -1/2 വരും. ഇനി എൽ എടുക്കുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു എല്ലിൻ്റെ പവർ എടുക്കുമ്പോൾ സോ 3y plus z is equal to 3y plus z is equal to 0 plus z is equal to so -3y -3 into 1/2 3/2 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു അപ്പോൾ ടൈം t ഈസ് ഈക്വൽ ടു m to the power m to the power എക്സിൻ്റെ സ്ഥാനത്ത് -1/2 ജിയുടെ സ്ഥാനത്ത് പവർ -1/2 വരും. എയുടെ സ്ഥാനത്ത് 3/2 അങ്ങനെയാണ്. എയുടെ സ്ഥാനത്ത് 3/2 വരും. ഓക്കെ. അപ്പോൾ t പ്രൊപ്പോർഷണൽ ടു സോ t പ്രൊപ്പോർഷണൽ ടു g to the power g to the power -1/2 അപ്പോൾ a to the power 3/2 by m to the power 1/2 വരും. അപ്പോൾ തുടക്കത്തിലെ ടൈം സോ t1 is equal to 4 is equal to g to the power -1/2 a to the power 3/2 and m to the power 1/2 വരും. ഇനി അടുത്ത ടൈം t dash is equal to g to the power -1/2 2a to the power 3/2 2m to the power 1/2 വരും. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4/t dash is equal to 4/t dash എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സോ 2 to the power 3/2 സോ ഇത് a to the power 3/2 എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 to the power 3/2 by 2 to the power 1/2 വരും. അത് 2 to the power 3/2 minus 1/2 അപ്പോൾ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആൻഡ് 4/t dash is equal to സോ 2 വരും ആൻഡ് t dash is equal to തിരിച്ചായിപ്പോയി t dash by 4 എടുക്കുമ്പോൾ കാരണം ഇവിടെ 2 to the power 2 to the power 3/2 സോ 2 to the power 3/2 by 2 to the power 1/2 വരും. ദാറ്റ് ഈസ് 2 to the power 3/2 minus 1/2 2 വരും. അപ്പോൾ t dash is equal to 4 times t വരും. 2 times t വരും. t dash is equal to 2 times t. So t dash is equal to 4 times 2 വരും. That is equal to 8 second വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 8 സെക്കൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. t dash is equal to 8 സെക്കൻഡ് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 8 സെക്കൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഇവിടെയും കിട്ടിയായിരുന്നു. നേരത്തെ എഴുതുമ്പോഴും 8 സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ആൻസർ 8 സെക്കൻഡ് വരും. ഈ രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ മെത്തേഡൊന്നുമില്ല. ഓക്കെ. Next question number 47. A 4 cm long straight wire carrying a current of 8 ampere placed perpendicular to a uniform antifield of strength 0.15 Tesla. The antifields on the wire. Okay. F is equal to B into I into L. So B the value. So antifield 0.15 and current is equal to 8. Length 4 into 10 to the power -2. So 8 into 0.15 into 4 എന്ന് പറയുമ്പോൾ 0.6 വരും. 0.6 into 8 is equal to 10 to the power -2.
ഇത് 4.8 ഇൻറ്റു 10 to the power -2 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 48 ഇൻറ്റു 10 to the power -3. ദാറ്റ് ഈസ് ഇക്വൽ ടു 48 മില്ലി ന്യൂട്ടൺ. ദിസ് ഈസ് ഇക്വൽ ടു 48 മില്ലി ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ആൻസർ 48. ക്വസ്റ്റ്യൻ നമ്പർ 47 ആൻസർ 48 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. Two coherent monochromatic light beams of intensity 4i and 9i are superimposed. The difference between the maximum and minimum intensities in the resultant interference pattern is xi. Find the value of x. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇപ്പോൾ ഐ മാക്സ് ഈസ് ഈക്വൽ നമ്മൾ ഇപ്പോൾ നോക്കുക. അപ്പോൾ ഇൻറ്റൻസിറ്റി A1 സ്ക്വയർ രണ്ടിൻ്റെ I1/I2 ഈസ് ഈക്വൽ ടു ഇപ്പോൾ നോക്കുക 4i/9i ദാറ്റ് ഈസ് ഈക്വൽ അത് A1 square/A2 square ആണ്. That is A1 square/A2 square is equal to 4/9. That is A1/A2 is equal to A1/A2 is equal to 2/3 വരും. That is equal to 2a/3a വരും. 2a/3a. I max is equal to I max എന്ന് പറയുമ്പോൾ I max by I minima എന്ന് പറയുമ്പോൾ I max to I minima എടുക്കുമ്പോൾ I max to I minima that is equal to 2a plus 3a all square. മറ്റൊരു 2a minus 3a all square വരും. പിന്നെ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ 25a square by a square വരും. ദിസ് ഈസ് ഇക്വൽ ടു അത് 25i/i വരും. അപ്പോൾ I max 25i ആണെങ്കിൽ I max is equal to 25i. then I minima is equal to 1i വരും. ഇപ്പോൾ ഡിഫറൻസ് I max to I minima I max minus I minima is equal to അത് 24i ആയിരിക്കും. അത് 24i ദാറ്റ് ഈസ് ഈക്വൽ ടു xi. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 24. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 24 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 24 വരും. ക്വസ്റ്റ്യൻ നമ്പർ 48 അതിൻ്റെ ആൻസർ 24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. A loop ABCDA carrying current I is equal to 12 ampere is placed in a plane consists of two semicircular segments. Okay, R1 തന്നിട്ടുണ്ട്, R2 R1 6.5 meter and R2 4.5 meter. The magnitude of the resultant magnetic field at the center O is K into 10 to the power -1 Tesla. Find the value of K. അപ്പോൾ നമുക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 1 segment 1, ഇത് segment 2, ഇത് segment 3, ഇത് segment 4 വരും. സെൻറ്റർ ഓ എടുക്കുമ്പോൾ B net is equal to B1 plus B2 plus B3 plus B4 വരും. B1 plus B2 plus B3 plus B4 വരും. നോക്കുക, അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ B1 plus B2 plus B3 plus B4. അപ്പോൾ നമ്മളിവിടെ B1 എടുക്കുമ്പോൾ B1 എന്ന് പറയുമ്പോൾ ഇത് റേഡിയസ്, കാരണം ഇത് ഇൻറ്റു ദ പ്ലെയിൻ ആണ് B1. B2 കാരണം B2 എടുക്കുമ്പോൾ ഇവിടെ B2 B4 0 ആണ്. B2 0 ആണ്, B4 0 ആണ്. കാരണം അതതിൻ്റെ ഈ പോയിന്റ് കിടക്കുന്നത് അലോങ് ദ അതിൻ്റെ കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെ അലോങ് ദ ലെങ്ത്തിലാണ്, അലോങ് ദ ആ ലൈനിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനി B1 എടുക്കുമ്പോൾ B1 ഈസ് ഈക്വൽ ടു അത് μ0I/4R2 വരും. 4R2 ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. μ0I/4R2 ഇൻ ടു ദ പ്ലെയിൻ. μ0I കറണ്ട് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? കറണ്ട് ഈസ് ഈക്വൽ ടു 12 ആംപിയർ. 12 ആംപിയർ ബൈ 4 ഇൻറ്റു R2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റേഡിയസ് R2 ഈസ് ഈക്വൽ ടു 4π വരും. 4π. ഇപ്പോൾ ഇവിടെ നോക്കുക, μ0 എന്ന് പറയുമ്പോൾ 4π ഇൻറ്റു 10 to the power -7 ബൈ 4 ഇൻറ്റു 4π വരും ഇൻറ്റു 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 4πയും ഇവിടെ 3 ഇൻറ്റു 10 to the power -7 ടെസ്ല വരും. ദാറ്റ് ഈസ് ഇൻറ്റു ദ പ്ലെയിൻ. ഇനി B3 എടുക്കുമ്പോൾ അത് കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. B3 ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരും. B3 ഇപ്പോൾ B3 എടുക്കുമ്പോൾ μ0I/4R1 വരും. μ0 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു R1 6π ആണ്. 6π R1 ഈസ് ഈക്വൽ ടു 6π വരും. അപ്പോൾ അത് കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരും. അപ്പോൾ ഇവിടെ 4π ഇൻറ്റു 10 to the power -7 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 6π വരും. അപ്പോൾ ഇവിടെ 4ഉം ഈ 4ഉം ഈ പൈയും ഇവിടെ 2 ഇൻറ്റു 10 to the power -7 കമ്മിങ് ഔട്ട് വരും.
കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഇവിടുത്തെ ബി നെറ്റ് എടുക്കുമ്പോൾ ബി നെറ്റ് ഈസ് ഈക്വൽ ടു ബി നെറ്റ് എടുക്കുമ്പോൾ 1 3 × 10⁻⁻7 ആണെങ്കിൽ മറ്റേത് -2 × 10⁻⁻7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻7 ടെസ്ല വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻7 ടെസ്ല. ഓക്കെ, സോ 10⁻⁻7 ടെസ്ല, സോ 1 × 10⁻⁻7 ടെസ്ല വരും. അപ്പോൾ കെയുടെ വാല്യൂ k ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കെയുടെ വാല്യൂ 1 ആണ്, കെയുടെ വാല്യൂ 1 വരും. അപ്പോൾ k ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ഷോൺ ബിലോ ദ റെസിസ്റ്റൻസ് ഓഫ് a resistance of 150.4 ohm is connected in series to an ammeter A of resistance 240 ohm. A shunt resistance of 10 ohm is connected in parallel to the ammeter. The reading of ammeter. അപ്പോൾ ഇവിടുത്തെ അമ്മീറ്റർ റീഡിങ് കണ്ടുപിടിക്കണം. അപ്പോൾ അമ്മീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അമ്മീറ്റർ റെസിസ്റ്റൻസ് 240 ohm ആണ്. അപ്പോൾ ഈ അമ്മീറ്റർ ഈ അമ്മീറ്ററിന് പിന്നെ 0 റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റൻസ് അമ്മീറ്റർ ഈസ് ഈക്വൽ ടു 240 ohm ആണ്. ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഞാൻ സർക്യൂട്ട് ഒന്ന് വരയ്ക്കുമ്പോൾ, സർക്യൂട്ട് ഒന്ന് വരയ്ക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് അമ്മീറ്റർ ഉണ്ട് 6, ഇവിടെ 10 ohm ഉണ്ട്, ഇവിടെ 20 volt ഉണ്ട്, 20 volt. സോ 150.4 ohm, ഇവിടെ 10 ohm വരും. റെസിസ്റ്റൻസ് അമ്മീറ്റർ ഈസ് ഈക്വൽ ടു അത് 240 ohm വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 240 ohm. ഇവിടുത്തെ നോക്കി ഇവിടുത്തെ കറണ്ട് I കണ്ടുപിടിക്കണം. ഇവിടുത്തെ കറണ്ട് I കണ്ടുപിടിക്കണം. ഇവിടുത്തെ കറണ്ട് I ഈസ് ഈക്വൽ ടു സോ വോൾട്ടേജ് ഡിവൈഡ് ബൈ R ഇക്വലൻ്റ് വരും. വോൾട്ടേജ് ഡിവൈഡ് ബൈ R ഇക്വലൻ്റ്. ആൻഡ് R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു സോ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു R ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ സോ 150.4 പ്ലസ് 240 × 10 ഡിവൈഡ് ബൈ 250 വരും. കാരണം 240 250. ഓക്കെ, സോ 240 രണ്ടും പാരലാണ്. ഇവിടെ നോക്കുക 150.4 പ്ലസ് ഓക്കെ സോ 240/25. അപ്പോൾ 240/25 വാല്യൂ എടുക്കുമ്പോൾ കാരണം ഇതിന് നോക്കുക ഇത് രണ്ട് പാരലാണ്, അപ്പോൾ അതിൻ്റെ R ഇക്വലൻ്റ് എടുക്കുമ്പോൾ 240 × 10/240 + 10 250 വരും. അപ്പോൾ വാല്യൂ എടുക്കുമ്പോൾ സോ 240/25 അത് 9.6 വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 9.6. അപ്പോൾ 150.4 പ്ലസ് 9.6 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് 160 വരില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 160 ohm. ഇവിടുത്തെ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 160 ആണ്. ഓക്കെ, ഇവിടുത്തെ കറണ്ട് I ഈസ് ഈക്വൽ ടു സോ 20/160 വരും. 20/160. R ഇക്വലൻ്റ് 160 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/8 വരും. സോ 1/8 ആംപിയർ. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ 1/8 ആംപിയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 ആംപിയർ. അപ്പോൾ ഈ കറണ്ട് വന്നിട്ട് നോക്കുക, ഈ കറണ്ട് ഈ രണ്ട് ബ്രാഞ്ചുകളെ സ്പ്ലിറ്റായി പോവുക. ഈ വരുന്ന കറണ്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോകണു. കാരണം ഇവിടെ വരുന്ന കറണ്ട് 1/8 കറണ്ടാണ്. ഇത് 240 ohm ഉണ്ട്. ഇത് അമ്മീറ്റർ, ഇത് അമ്മീറ്ററാണ്, അമ്മീറ്റർ. ഇത് 10 ohm ആണ്, 10 ohm. നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റീഡിങ് ഓഫ് അമ്മീറ്റർ ആണ്. ഈ അമ്മീറ്ററിൻ്റെ റീഡിങ് ഇവർ ഷണ്ട് ചെയ്തിരിക്കുന്ന ഈ ഷണ്ട് അമ്മീറ്ററിൻ്റെ പാർട്ടല്ല എന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ ഷണ്ട് അമ്മീറ്ററിൻ്റെ പാർട്ടല്ല. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇതിൻ്റെ റീഡിങ് എടുക്കുമ്പോൾ അപ്പോൾ കറണ്ട് ത്രൂ അമ്മീറ്റർ ഈസ് ഈക്വൽ ടു കറണ്ട് ത്രൂ അമ്മീറ്റർ എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് I ടോട്ടൽ ഇൻറ്റു ഓപ്പോസിറ്റ് വരുന്നത് കാരണം ഒരു പാരൽ ബ്രാഞ്ചിൽ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത് I1 ഈസ് ഈക്വൽ നമുക്കറിയാം. കറണ്ട് I1 ഈസ് ഈക്വൽ ടു I × R2 ഡിവൈഡ് ബൈ R1 + R2. ആ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ I ടോട്ടൽ ഇൻറ്റു R2 10 ഡിവൈഡ് ബൈ 240 + 10 വരും. ആ മെത്തേഡാണ്. അപ്പോൾ 1/8 ഇൻറ്റു സോ 10 ഡിവൈഡ് ബൈ 250 വരും. ഓക്കെ, സോ 140 ഇൻറ്റു I ടോട്ടൽ 1/8 ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡിൽ 10 ഡിവൈഡ് ബൈ 240 + 10 250 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/8. സോ 25 × 8 എന്ന് പറയുമ്പോൾ 200 വരും. സോ 1/200 ആംപിയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 1000 ഇൻറ്റു 10⁻³ ആംപിയർ ബൈ 200. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് 5 മില്ലി ആംപിയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 10⁻³ ആംപിയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ. അപ്പോൾ അതിൻ്റെ ആൻസർ 5 മില്ലി ആംപിയർ ആണ്. പെർ അമ്മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ വരും. സോ ദ അമ്മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ. 5 മില്ലി ആംപിയർ വരും. അപ്പോൾ അമ്മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ.
അപ്പോൾ അതിൻ്റെ ആൻസർ ഓക്കെ, അതിൻ്റെ ആൻസർ 5 മില്ലി ആംബിയർ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 5 മില്ലി ആംബിയർ. ഓക്കെ, അപ്പോൾ ഇവർ ചോദിച്ചിട്ട് എനിക്കാണ് NT വേറെ ആൻസർ വന്നിരുന്നത്. NT വന്നിരുന്നത് 1/8 എന്ന് പറയുമ്പോൾ NT വന്നിരുന്നത് അവർ മൊത്തത്തോടെ റീഡിങ്, അതായത് ഇത് ഈ അമ്മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഇവർ ഈ ഡയഗ്രത്തിന് ഒരു പ്രശ്നമുണ്ട്. അവർ ഉദ്ദേശിച്ചത് NT വന്നിരുന്നത് ഈ ഫുൾ, കാരണം ഈ അതൊരു ഗാൽവനോമീറ്റർ ആയിട്ട് മൊത്തത്തോടെ റീഡിങ് ഉദ്ദേശിച്ചവർ. പക്ഷേ ഇത് മൊത്തത്തോടെ ഇവർ പറഞ്ഞിരിക്കുന്നത് സീരീസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് അമ്മീറ്റർ AF റെസിസ്റ്റൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ആയിരുന്നു. ശരിക്കും അവർ ഉദ്ദേശിച്ച് NTയുടെ ആൻസർ 125 അവർ കൊടുത്തത്. പിന്നെ ഇത് കീ ഫൈനൽ ആയോ എന്ന് അറിയില്ല കേട്ടോ. ഇത് അതായത് ഇവിടെ അവരുദ്ദേശിച്ചത്, ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് ഇത് ഗാൽവനോമീറ്റർ ആയിട്ട് അതിന് പാരലായിട്ട് ഒരു ഷണ്ട് വെച്ചിട്ട് ഇത് മൊത്തത്തോടെ അമ്മീറ്റർ ആയിട്ട് വരുന്നത്. അതായത് ഈ മൊത്തത്തോടെ കോമ്പിനേഷനാണ് ശരിക്കും അമ്മീറ്റർ ആയിട്ട് വരേണ്ടത്. പക്ഷെ ഇവർ ഇത് പറഞ്ഞപ്പോൾ ഇവിടെ ഇത് അമ്മീറ്റർ ആയിട്ടും പിന്നെ ഇതിന് പാരലായിട്ട് വേറെ ഷണ്ട് വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ അമ്മീറ്ററിൻ്റെ റീഡിങ് 5 മില്ലി ആംബിയർ ആണ്. ക്വസ്റ്റ്യൻ പ്രകാരം നോക്കുമ്പോൾ ഈ അമ്മീറ്ററിൻ്റെ റീഡിങ് 5 മില്ലി ആംബിയർ വരും. അമ്മീറ്ററിൻ്റെ റീഡിങ് 5 മില്ലി ആംബിയർ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇനി അതല്ലെങ്കിൽ മൊത്തത്തോടെ ഇങ്ങോട്ടേക്ക് വരുന്ന മൊത്തത്തോടെയുള്ള കറണ്ട് ആണെങ്കിൽ അത് 1/8 ആംബിയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് 0.125 ആംബിയർ, അത് 125 മില്ലി ആംബിയർ വരും. അത് 125 മില്ലി ആംബിയർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 5 ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ യർ ടൈം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.